സഹോദരന്മാരെ, ഹുദൈഫ റളിയല്ലാഹു അൻഹുവിന്റെ ഹദീസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള കാര്യം, രണ്ട് കാര്യം ഞാൻ പറഞ്ഞു. ഒന്ന്, ഇമാം ത്വബരി ആ ഹദീസിൽ ഉള്ളത് എന്ത് എന്ന് വിശദീകരിച്ചതും ഇബ്നു ഹജർ അൽ അസ്ഖലാനി അത് അദ്ദേഹത്തിന്റെ ഫത്ഹുൽ ബാരിയിൽ എടുത്തുകൊടുത്തതും ആണ് അതിന്റെ വിഷയം. അതാണ് അതിന്റെ ശരി. ഇത് രണ്ടുപേരും, ത്വബരി വളരെ പൗരാണികനും ഇബ്നു ഹജർ അൽ അസ്ഖലാനി ഒരു മധ്യകാലഘട്ടക്കാരനും, അതേ കാര്യം തന്നെ ആധുനികനായ അല്ലാമത്തുൽ അൽബാനി റഹിമഹുല്ലാഹു തആല അദ്ദേഹവും ഒരേപോലെ പറഞ്ഞു എന്നതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഇവരൊക്കെ ഹദീസ് മനസ്സിലാക്കുന്നതല്ലാതെ അവരൊക്കെ തള്ളിയിട്ട് നമ്മൾ മനസ്സിലാക്കൽ പിന്നെ എങ്ങനെയാണ് എനിക്കറിയില്ല. അതുകൊണ്ട് ആ വിഷയം ഇനി ആർക്കെങ്കിലും അത് സംബന്ധമായി വല്ല സംശയം ഉണ്ടെങ്കിൽ, ലോകത്ത് ഹദീസിന് തഖസ്സുസ് ചെയ്യുന്ന ഉലമാക്കളുണ്ട്. കേരളത്തിൽ ഹദീസിന്റെ തഖസ്സുസ് പറഞ്ഞ സംഗതി ഇല്ല, വെറുതെ പറയാം. അതിനുള്ള സോഴ്സ് ഇവിടെ ഇല്ല. ഹദീസിന്റെ വിഷയത്തിൽ 1000-ലധികം ഗ്രന്ഥങ്ങൾ ഉള്ളതിന് യഥാർത്ഥത്തിൽ 20 താഴെയുള്ള ഗ്രന്ഥങ്ങളൊക്കെയാണ് ഇവിടെ ലഭ്യമായിട്ടുള്ളത്. ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ അവിടെ പറ്റുക? ഒന്നും ചെയ്യാൻ പറ്റില്ല. പിന്നെ ഇതിന് അതിന്റെ ഇൽമുകൾ പഠിപ്പിച്ചു കൊടുക്കാവുന്ന ആളുകൾ ഇവിടെ ഇല്ല. അതുകൊണ്ട് തന്നെ അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ വരികയാണെങ്കിൽ പിന്നെ ഇവിടെ ഉള്ള ആൾക്കാർ അങ്ങോട്ടും താഴെ മേലെയും പറയുന്നതിന് പകരം അത് നിങ്ങൾ കിബാറിലേക്ക് മടങ്ങാണ് ചെയ്യേണ്ടത്. കിബാർ ഉലമയോട് ആ വിഷയം നിങ്ങൾ സംശയമായിട്ട് ചോദിക്കുക. പിന്നെ ആ വിഷയം തൽക്കാലത്തേക്ക് ഞാൻ വിടുന്നു. ഇനി പിന്നെ ഇനിയുള്ളൊരു വിഷയം എന്താന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, പറയുന്നൊരു കാര്യം, ദഅവത്ത് നടത്തേണ്ടത് എങ്ങനെയാണ്? ദഅവത്ത് നടത്തേണ്ടത് എങ്ങനെയാണ്? ദഅവത്ത് നടത്തേണ്ടത് ഇൽമിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. ജഹലിന്റെ അടിസ്ഥാനത്തിൽ ദഅവത്ത് നടത്താൻ പറ്റൂല. എന്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകം അഹ്മദ് യഹ്യ അൻ-നജ്മി, ഇനി ജീവിച്ചിരിക്കുന്ന സലഫി പണ്ഡിതന്മാരിൽ ഏറ്റവും സീനിയർ ആയിട്ടുള്ള ആളാണ് ഇദ്ദേഹം. സൗദി അറേബ്യയിലാണ്. നജ്മി എന്ന് പറയുമ്പോൾ എവിടെയാണെന്ന് പോലും അറിയാത്ത ആളുകളാണ് ഇവിടുത്തെ ആളുകൾ. അദ്ദേഹം പറയുന്നത് ഞാൻ ഒരു വാചകം വായിച്ചു തരാം. വയജിബു അവ്വലൻ വലാകിന്ന ദഅവ പ്രബോധനം യജിബു അൻ തകൂന അലാ ബസീറ. നേരത്തെ ഞാൻ ആയത്തോതി പറഞ്ഞല്ലോ, ബസീറത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കൽ നിർബന്ധമാണ്. വയജിബു അവ്വലൻ വഖബ്ല കുല്ലി ശൈ, ഒന്നാമതായി എല്ലാറ്റിനും മീതയും എന്താണ് ആദ്യമായി ചെയ്യേണ്ട കാര്യം? അൻ യുതാബിഉ അൽ ഹലഖാത്ത്, ഹലഖാത്തുൽ ഇൽം, ഇൽമിന്റെ സദസ്സിൽ അവർ പോയി അത് ഫോളോ ചെയ്യണം. മിൻ അജലി അൻ യതഅല്ലമു, ഇൽമ് നേടുന്നതിന് വേണ്ടി. വയതഫഖഹു ഫിദ്ദീൻ, ദീനിൽ പാണ്ഡിത്യം നേടുന്നതിന് വേണ്ടിയും. വമാ അറഫൂഹു, അങ്ങനെ ഇൽമിന്റെ മജ്ലിസിൽ പോയി ഇൽമ് നേടി അതിൽ അവർ വിവരം നേടിക്കഴിഞ്ഞാൽ അറിഞ്ഞ കാര്യം. വഹളമൂഹു, അത് അവർ ശരിക്ക് ദഹിച്ചു അസിമിലേറ്റ് ചെയ്ത കാര്യം. യദഊന ഇലൈഹി, അതിലേക്കാണ് അവർ ജനങ്ങളെ ക്ഷണിക്കേണ്ടത്. അമ്മ ദഅവതു ബിദൂനി ഇൽമിൻ, എന്നാൽ ഇൽമില്ലാതെ ദഅവത്ത് നടത്തുന്നത് ഫഹാദിഹി ത്വരീഖത്തുൽ ഹിസ്ബിയീൻ, ഇത് ഹിസ്ബികളുടെ രീതിയാണ്. അതുകൊണ്ട് ഇൽമു വേണം ദഅവത്തിന് എന്ന് പറഞ്ഞാൽ ആരെങ്കിലും അതിനെ എതിർത്താൽ ആ രോഗം ഏതാണ്? ഹിസ്ബികളുടെ, പാർട്ടിസാൻഷിപ്പിന്റെ ആളുകൾ അഥവാ കക്ഷിത്വ മനസ്ഥിതിയുടെ ആളുകൾ, അവരാണ് അത് ഏറ്റുപിടിച്ച് നടക്കുന്നത് എന്ന് അഹ്മദ് യഹ്യ അൻ-നജ്മി പറഞ്ഞു. ഇദ്ദേഹമൊക്കെ സലഫ് ലോകത്ത് ഇദ്ദേഹത്തിന്റെ ഒരു വാക്ക് എന്ന് പറഞ്ഞാൽ പല വിഷയത്തിലും അവസാനത്തെ അന്തിമമായ വാക്കാണ്. അത്ര പ്രായമുള്ള, അത്രയധികം പാണ്ഡിത്യമുള്ള ഒരു മഹാനാണ് അദ്ദേഹമാണ് ഈ കാര്യം പറഞ്ഞത്. ഇൽമില്ലാതെ ദഅവത്ത് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ആപത്ത് എന്താണ്? ഇൽമില്ലാതെ ദഅവത്ത് നടത്തി കഴിഞ്ഞാലുള്ള ആപത്തിനെ സംബന്ധിച്ചിടത്തോളം എന്താ സംഭവിക്കാൻ ചോദിച്ചാൽ ഏറ്റവും വലിയ അബദ്ധത്തിൽ നമ്മൾ പെടും. ഏറ്റവും വലിയ അബദ്ധത്തിൽ പെടും എന്ന് പറഞ്ഞാൽ, പെരിന്തൽമണ്ണയിൽ നിന്ന് ഞാൻ സംസാരിക്കുമ്പോൾ ഇവിടുത്തെ അന്തരീക്ഷത്തിൽ വെച്ചുകൊണ്ട് തന്നെ പറയട്ടെ, ഇവിടെ മഹാഭൂരിപക്ഷം സുന്നികളായിട്ടുള്ള ആളുകളാണ് ഉണ്ടായിരുന്നത്. ഇവിടത്തേക്ക് കുറച്ചുകൂടി തൗഹീദിന്റെയും അതുപോലെ സുന്നത്തിന്റെയും വെളിച്ചം വന്നത് നദ്വത്തുൽ മുജാഹിദീനിലൂടെയാണ്. ആ നദ്വത്തുൽ മുജാഹിദീൻ എന്ന് പറയുന്നത് ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അത് ഉണ്ടായത് തന്നെ നിച്ച് ഓഫ് ട്രൂത്തിന്റെ ബേസിലാണ്. ഇവിടെ നദ്വത്തല്ല ഉണ്ടായത്, നിച്ച് ഓഫ് ട്രൂത്താണ്. ഞാൻ ഈ പരിസരത്ത് താമസിക്കുന്ന പരിസരത്തുള്ള ആള് എന്നുള്ള എനിക്ക് എടുത്ത മാറ്റങ്ങൾ ഓരോന്നറിയാം. യഥാർത്ഥത്തിൽ കേന്ദ്രമിലൂടെ അല്ല ഇവിടെ ഉണ്ടായ വളർച്ചകൾ നിച്ച് ഓഫ് ട്രൂത്തിലൂടെയാണ്. ഈ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന സാധനം കഴിഞ്ഞ തവണ തന്നെ 19 കാര്യങ്ങൾ നസീഹത്തിന്റെ രൂപത്തിൽ ഞാൻ പറഞ്ഞിരുന്നു. അതൊരു നസീഹത്ത് എന്ന നിലക്ക് മനസ്സിലാക്കുന്നതിന് പകരം അതിന് പല എതിരായ ദുർന്യായങ്ങൾ ഉന്നയിക്കാൻ വേണ്ടി മാത്രമാണ് അവര് അതിന് കാര്യമായി അതിനെ വിലക്കെടുക്കുകയോ അല്ലെങ്കിൽ അതിനെന്തെങ്കിലും നിലക്ക് ഒരു ഇസ്തിദ്റാക്ക്, ഒരു റെക്ടിഫിക്കേഷനെ സംബന്ധിച്ച് അവർ ചിന്തിക്കുകയോ ചെയ്തില്ല. അതേ സന്ദർഭത്തിൽ ഞാൻ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറഞ്ഞാൽ എനിക്ക് നിച്ച് ഓഫ് ട്രൂത്തിനെ സംബന്ധിച്ച് ആഴത്തിൽ അറിയുന്ന ആളല്ല. അതിൽ ആളുകളുമായിട്ട് ബന്ധമുണ്ടായിരുന്നു,
ഇപ്പോഴും ഒരു മിനിമം ബന്ധമൊക്കെ പലരുമായി പുലർത്താറുണ്ട്. പക്ഷേ ഈടായിട്ട് എന്ത് ചെയ്തു? സ്വിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഇൽമില്ലാതെ ദഅവത്ത് നടത്തിയതിന്റെ പേരിലുണ്ടായ വലിയ ആപത്തുകൾ ഞാൻ നിങ്ങൾക്ക് ചില ഉദാഹരണങ്ങൾ തരാം. ഇതെന്തിനാ ചോദിച്ചാൽ സ്വിച്ച് ഓഫ് ട്രൂത്തിനെ ചെറുതാക്കാനല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളിൽ ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ബാധ്യത നിറവേറ്റാനാണ്. ഒരു ബാധ്യത നിറവേറ്റാനാണ്. കാരണം നമ്മളത് കണ്ടു കഴിഞ്ഞാൽ നമുക്കത് നസീഹത്ത് മുഖേന പറയല് നിർബന്ധമായി തീർന്നു. ഞാൻ അതിന്റെ പുസ്തകങ്ങൾ വായിച്ചിട്ടുള്ള ഒരാളല്ല. ഞാൻ ഒരിക്കൽ സ്വിച്ച് ഓഫ് ട്രൂത്തിന്റെ പുസ്തകങ്ങളുടെ ഒരു വായനക്കാരനല്ല. അവരുടെ സ്നേഹസംവാദം വായിക്കാറില്ല. എന്റെ വീട്ടിൽ വരാറുണ്ട്, പക്ഷെ വായിക്കാറില്ല. മറ്റു പുസ്തകങ്ങൾ വേറെ ഏതെങ്കിലും പർപ്പസിന് വേണ്ടി ചില ചില്ലറ ഭാഗങ്ങൾ എപ്പോഴെങ്കിലും നോക്കിയിട്ടുണ്ട് എന്നല്ലാതെ മൊത്തം അത് വായിക്കുന്ന ആളല്ല. ഈടായിട്ട് എന്റെ അടുക്കൽ ഒരു പുസ്തകം കൊണ്ടുവന്നു. ഇവിടുത്തെ പേര് മുഹമ്മദ് മർസൂഖ്, ഇയാൾ എഴുതിയതാണ് എന്ന് പറഞ്ഞിട്ടൊരു പുസ്തകം കൊണ്ടുവന്നു. ആ പുസ്തകത്തിന്റെ പേര് ഞാനത് ഇന്ന് എന്റെ മുന്നിൽ ഇവിടെ ആരോ വന്നപ്പോ, വീട്ടിൽ വന്നപ്പോ അപ്പോഴാണ് തുറന്നു നോക്കിയത്. അതിൽ ഞാൻ വായിച്ചിട്ടില്ല. പുറമത്തെ ചട്ടിയും അവസാനത്തെ ചട്ടിയാണ് വായിച്ചത്. ഒന്ന്, ക്രിസ്തു മതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ മതത്തിലേക്ക്. ഞാൻ ഇദ്ദേഹത്തെ ഒരിക്കലും പ്രയാസപ്പെടുത്താൻ തെറ്റിദ്ധരിക്കരുത് കേട്ടോ. അങ്ങനെ ഒരിക്കലും അതിനെ വിചാരിക്കരുത്. ഇത് ശരിയല്ല. ഈ ഹെഡിങ് തന്നെ ശരിയല്ല. ഇതിന്റെ ഇപ്പുറത്ത് കൊടുത്തുള്ളത് ക്രിസ്തുവിൽ നിന്ന്, ക്രിസ്തു മതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ മതത്തിലേക്ക്. ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിൽ കാണാൻ സാധിക്കും, അഹ്ലുൽ കിതാബിൽപ്പെട്ട യഹൂദിയൻ കാന ഔ നസ്റാനിയൻ, ജൂതനാകട്ടെ അല്ലെങ്കിൽ ക്രൈസ്തവനാകട്ടെ, ഞാൻ വന്നതിന് ശേഷം എന്നെ കുറിച്ച് കേട്ട ഏതൊരാൾ എന്നിൽ വിശ്വസിക്കുകയും എന്റെ മതം പിന്തുടരുകയും ചെയ്തിട്ടില്ല എങ്കിൽ അള്ളാഹ് അദ്ദേഹത്തിന് സ്വർഗം നിഷിദ്ധാക്കും, അല്ലെങ്കിൽ നരകം അയാൾക്ക് നിർബന്ധമാകും എന്ന രൂപത്തിലുള്ള ഹദീസുകൾ നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തു മതത്തിൽ നിന്ന് ക്രിസ്തുവിന്റെ മതത്തിലേക്ക് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവിന്റെ മതം, ഉലമാക്കൾ ഈ കാര്യം വിശദീകരിക്കുന്നത് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാ പറയുന്നത്. അൽ ഇസ്ലാമു ഇസ്ലാമാനി ഇസ്ലാമുൻ ആമുൻ വ ഇസ്ലാമുൻ ഖാസുൻ. ഇസ്ലാം രണ്ട് തരത്തിലാണ് ഇസ്ലാം. ഒന്ന് ആമായിട്ടുള്ള ഇസ്ലാം, ജനറൽ ഇസ്ലാം. മറ്റൊന്ന് ഇസ്ലാമുൻ ഖാസുൻ, ഖാസായ ഇസ്ലാം അഥവാ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഇസ്ലാം. സാമാന്യം സവിശേഷം എന്ന സംപ്രത്യയങ്ങൾ ചേർത്തിട്ട് പറയാവുന്ന ഇസ്ലാമുകൾ. സാമാന്യ ഇസ്ലാം, സവിശേഷ ഇസ്ലാം. സാമാന്യ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എന്താണ്? അത് അള്ളാഹുവിന്റെ മുഴുവൻ അമ്പിയാക്കന്മാരും മുർസലീങ്ങളും ദഅവത്ത് നടത്തിയിട്ടുള്ള ഇസ്ലാമിന് അൽ ഇസ്ലാമുൽ ആം എന്ന് പറയും. മനസ്സിലായില്ലേ? അത് ഇസ്ലാമാണ്. അപ്പൊ മുഴുവൻ അമ്പിയാക്കന്മാരുടെയും മതം എന്താണ്? ഇസ്ലാമാണെന്ന് പറയാം. എന്നാൽ ഏതെങ്കിലും ഒരു നബിയിലേക്ക് പ്രത്യേകമായി ചേർത്ത് പറയുകയാണെങ്കിൽ അതെന്താണ്? ഇസ്ലാമുൻ ഖാസുൻ, ഇസ്ലാമുൻ ഖാസാൻ. ക്രിസ്തുവിന്റെ മതം എന്ന് പറഞ്ഞാൽ ആരുടെ മതമാണ്? ശരീഅത്തു ഈസ അലൈഹിസ്സലാത്തു വസ്സലാം, ഈസാ നബിയുടെ ശരീഅത്താണ്. നിങ്ങൾ മാറിയത് ക്രിസ്തു മതത്തിൽ നിന്ന് ഈസാ നബിയുടെ ശരീഅത്തിലേക്കാണോ മുഹമ്മദ് നബിയുടെ ശരീഅത്തിലേക്കാണോ? എന്നാൽ ഇത് പറ്റിക്കും, ശരിയല്ല. ക്രിസ്തുവിന്റെ മതം എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരുടെ മതം എന്ന് പറയുകയാണെങ്കിൽ അത് ഇസ്ലാം ആമാണ്, ജനറലായ ഇസ്ലാമാണ്. നേരെ മറിച്ച് നിങ്ങൾ പറയുന്നത് ഒരു നബിയിലേക്ക് മാത്രം ചേർത്ത് പറയുകയാണെങ്കിൽ ആ മതം ഇസ്ലാമുൻ ഖാസുൻ ഖാസുൻ ബിഹാദൻ നബി ഫഖത്ത്, ആ നബിയിലേക്ക് മാത്രം ബന്ധപ്പെട്ട മതമാണ്. ഈസാ നബിയുടെ മതത്തിലേക്കാണ് നിങ്ങൾ മാറിയത്. ഈസാ നബിയുടെ മതം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഖദ് നുസിഖത്, മൻസൂഖായി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നതിന് ശേഷം ആ ക്രിസ്തുവിന്റെ ശരീഅത്തിനെ ഒഴിവാക്കിയിട്ട് മുഹമ്മദ് നബിയുടെ ശരീഅത്തിലേക്ക് വരികയും സ്വീകരിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അയാൾക്ക് സ്വർഗം നിഷിദ്ധമാണ്, നരകം അയാൾക്ക് നിർബന്ധമാണ്. ഇത് ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുള്ള ഹദീസാണ്. ഇത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഇൽമിനെ ബേസ് ചെയ്ത് പോയ ഒരു സംവിധാനത്തിലൂടെ അല്ല നിങ്ങൾ കടന്നു വന്നു എന്നുള്ളതാണ് അതിനുണ്ടായ ഒരു ബുദ്ധിമുട്ട്. അപ്പൊ ഇത് ഞാൻ ഈ കാര്യം പറയുമ്പോൾ എനിക്കറിയാം, ഞാൻ ഈയിടെ എവിടോ തെക്ക് ഭാഗത്തോടോ ക്ലാസ് എടുത്തപ്പോ ഇസ്ലാമിനെ ആമോ ഹാസു ആക്കിയിട്ട് വേർതിരിച്ച് ഉലമാക്കളുടെ എന്റെ ദർസുകൾ എന്ന് പറഞ്ഞാൽ സ്വന്തമായി പറയാറില്ല, ഇവിടുന്ന് മാത്രമാണ് ഞാൻ ഓപ്പണായി പറഞ്ഞത്. കാരണം നേരത്തെ നടത്തിയിട്ടുള്ളതിന്റെ ഒരു ക്ലാരിഫിക്കേഷൻ എന്നർക്ക് മറ്റേ ഞാനൊരു കിതാബ് വായിച്ച് പോകുക മാത്രമേ ചെയ്യാറുള്ളൂ. ഇവർക്കൊക്കെ അറിയാവുന്നതാണ്. ഈ കിതാബ് വായിച്ചിങ്ങനെ പോകും. ആ കിതാബിൽ വളരെ ക്ലിയർ ആയിട്ട് മഹാന്മാരായിട്ടുള്ള ഇമ്മത്ത് കൊടുത്തിട്ടുള്ള കാര്യം ക്ലിയർ ആയിട്ട് ഞാൻ വായിച്ചു പോയതാണ്. ഇസ്ലാം ആമും ഖാസും. ആമായ ഇസ്ലാം എന്ന് പറഞ്ഞാൽ എല്ലാ നബിമാരും പ്രബോധനം ചെയ്ത പൊതുവായ ഇസ്ലാമാണ്. ഏതെങ്കിലും ഒരു നബിയിലേക്ക് പ്രത്യേകം പറയുകയാണെങ്കിൽ ആ നബിയുടെ ശരീഅത്താണ്. അങ്ങനെ ഇവിടെ നിലനിൽക്കുന്ന ഒരു ശരീഅത്തെ ഇപ്പോഴുള്ളൂ. ഏതാണത്? ശരീഅത്ത് മുഹമ്മദിൻ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതമാണ്. ക്രിസ്തു മതത്തിൽ നിന്ന് മുഹമ്മദ് നബിയുടെ മതത്തിലേക്ക് എന്ന് പറയായിരുന്നുവെങ്കിൽ അത് ഒന്നുകിൽ അത് ശരിയായി. പിന്നെ ക്രിസ്തു എന്നുള്ളത് ക്രിസ്തുവിനെയും ക്രിസ്ത്യാനിറ്റിയെയും വിട ചൊല്ലിയ ഒരാൾ ആ ഇസ്തിലാഹ് ഒഴിവാക്കുകയും ചെയ്യാം. അത് ചെറിയൊരു വിഷയമാണ്, അത്ര തന്നെ ഗൗരവമുള്ള കാര്യമല്ല. നമ്മൾ ഇസ്തിലാഹിലും
നമ്മൾ എന്തെന്നെ സ്വീകരിക്കണം? ഇസ്ലാമിന്റെ സാങ്കേതിക ശബ്ദങ്ങൾ തന്നെ. ക്രിസ്തു എന്നുള്ളത് ഈസാ നബിക്ക് നമുക്ക് പറയാവുന്ന ഒരു പേരല്ല, അമ്പിയാക്കന്മാരുതാകും. പിന്നെ ഇതാണ് ഹെഡിങ് തന്നെ എന്ന് പറഞ്ഞാൽ അതിന്റെ ഉള്ളിലേക്ക് പോയിട്ടില്ല കേട്ടോ. ഇത് പറയുമ്പോൾ ഒരിക്കലും എന്നോട് വിഷമം വിചാരിക്കരുത്, ഞാനൊരു സ്നേഹപൂർവ്വം പറഞ്ഞത് മാത്രമാണ്. ഞാൻ ഒരാളെ മുന്നിലിരുത്തി ഇങ്ങനെ പറയുമ്പോൾ ഇയാൾ എന്താ ചെയ്യണമെന്ന് വിചാരിക്കരുത്. ക്രൈസ്തവ കുടുംബത്തിൽ ജനിച്ച് വളർന്ന് സത്യാന്വേഷണത്തിലൂടെ പ്രവാചകന്മാരെല്ലാം പഠിപ്പിച്ച ഇസ്ലാമിൽ എത്തിച്ചേർന്നതിന്റെ സംഭവ വിവരണം ക്രിസ്തു മതത്തിൽ നിന്ന് മാത്രമേ താൻ മാറിയിട്ടുള്ളൂവെന്നും ക്രിസ്തു പഠിപ്പിച്ച മതത്തിലാണ് താൻ ഇപ്പോൾ ജീവിക്കുന്നതെന്നും പ്രമാണങ്ങളുടെ വെളിച്ചത്തിൽ സമർത്ഥിക്കപ്പെടുന്നു. എന്നുവെച്ചാൽ മാറ്റങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ശരിയാത്ത് മുഹമ്മദിലേക്ക് നിങ്ങൾ എത്തിയിട്ടില്ല എന്നുള്ളത് ശരിക്കും നിങ്ങളുടെ ഉദ്ദേശം മറിച്ചാണ്. എനിക്കറിയാം, ഞാൻ നിങ്ങളുടെ ഉദ്ദേശം നിങ്ങൾ ഇസ്ലാമിലേക്ക് വന്നു തന്നെ ഉദ്ദേശിക്കണേ. പക്ഷെ അതിന് പറയേണ്ടത് എന്താണ്, അതിന്റെ രീതി എന്താണ് എന്ന് പഠിപ്പിച്ചു തരാൻ ഇവിടെ ആളുകളില്ലാതായി പോയി. നിറ്റ് ഓഫ് ട്രൂത്ത് ഇൽമിനെ ബേസ് ചെയ്തില്ല എന്നതിന്റെ ഒരു തെറ്റാണ് അപ്പുറത്തും ഇപ്പുറത്തും എഴുതിയത്. ഇത് ഞാൻ ഒരിക്കലും നിങ്ങൾ വിചാരിക്കരുത്, എന്റെ ഉദ്ദേശശുദ്ധിയെ നിങ്ങൾക്ക് ചോദ്യം ചെയ്യാൻ അവകാശമൊക്കെ ഉണ്ട്. പക്ഷെ വല്ലാഹി 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 ഞാനിത് നിറ്റ് ഓഫ് ട്രൂത്തിനെയോ അത് കൊണ്ടെടുക്കുന്ന ആൾക്കാരോടുള്ള വിദ്വേഷം കൊണ്ട് പറയുന്നതല്ല. പക്ഷെ പൊതുവെ എന്നെ വളരെ മുമ്പ് കാലം മുതൽ എനിക്കറിയാം, ഞാനൊരു കാര്യത്തെ വിമർശിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് അത് ഭയങ്കര രൂക്ഷമായിട്ട് എന്ത് ചെയ്യും, സ്വാഭാവികമായും എന്റെ ഉദ്ദേശശുദ്ധിമക്കാണ് കിടക്കാറുള്ളത്. അത് ഞാൻ കണ്ടതാണ്. അത് എന്തുകൊണ്ട് അങ്ങനെ വരുന്നു എന്ന് എനിക്കറിയില്ല. പക്ഷെ ആ നിലക്ക് നിങ്ങൾ കാണേണ്ടതില്ല എന്ന് സത്യമായി ഞാൻ നിങ്ങളെ ബോധ്യപ്പെടുത്താം. ഇനി ഇതവിടെ നിൽക്കട്ടെ, ഇതിന്റെ ഉള്ളടക്കാൻ നോക്കിയിട്ടില്ല. കുറച്ച് കാര്യങ്ങൾ എനിക്കെന്താ ഇത്തരം കാര്യങ്ങൾ വായിച്ച അഹ്ലുസുന്നന്റെ ഗ്രന്ഥം വായിച്ചതും ഇതിൽ നിന്ന് കിട്ടിയതോടും കൂടിക്കലരുന്ന ഇൽത്തിബാസ് പേടിച്ചിട്ട് ഞാൻ ഇത്തരത്തിലേക്ക് പോകാറില്ല. പക്ഷെ ഇൻഷാ അല്ലാഹ് ഇവരാരനോട് ആവശ്യപ്പെട്ടനുസരിച്ച് ഇതിലെ പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ തെറ്റുകൾ ഞാൻ പറഞ്ഞു തരാൻ നിങ്ങൾക്ക് തരുന്നുണ്ട്. നിങ്ങളിത് വെച്ചിട്ട് നിങ്ങൾക്കിത് ശരിയല്ല എന്ന് ബോധ്യപ്പെടുന്ന മാത്രയിൽ ഞാൻ എഴുതിപ്പോയ അറിവിനെ ബേസ് ചെയ്യാതെ എൽമിനെ ബേസ് ചെയ്യാതെ ചെയ്തു പോയതാണ് എന്ന് നിങ്ങൾ അത് പരസ്യപ്പെടുത്തി ഇത് പിൻവലിക്കല് നിങ്ങൾക്ക് ബാധ്യതയായി. പിന്നെ ഇനി വേറൊരു കാര്യം, നിറ്റ് ഓഫ് ട്രൂത്തിന്റെ പുസ്തകങ്ങൾ ഞാൻ വായിച്ചിട്ടില്ലേ. ഈയിടായിട്ട് കുറച്ച് പുസ്തകങ്ങളിലെ ചില വരികൾ ഞാൻ വായിക്കാൻ ഇടവന്നു. അത് വളരെ വിഷമുണ്ട്. അത് ഏതെങ്കിലും ഒരു പുസ്തകത്തിൽ വന്നതല്ല, നിറ്റിന്റെ ഏതാണ്ട് എല്ലാ പുസ്തകങ്ങളിലും ഉള്ളതുമാണ്. ഒക്കെ എന്ന് പറഞ്ഞാൽ ഇൽഹാദ് എന്ന കാറ്റഗറിയിൽ പെടുന്നതാണ്. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമ ഗുണവിശേഷങ്ങളിൽ കൃത്യവിലോപം കാണിക്കുന്നതാണ് ഇൽഹാദ്. ഇൽഹാദ് എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആൻ വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അവർക്ക് അർഹിക്കുന്ന ശിക്ഷ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രതിഫലം അല്ലാഹു നൽകും. മാ കാനൂ യഅമലൂൻ അവർ ചെയ്യുന്ന പ്രവർത്തനത്തിന്റെ പേരിൽ. അത്ര ഗൗരവത്തിൽ അവരൻ വിടാൻ പറഞ്ഞ ടീമാണ്. ആ ഇൽഹാദ് ഗണത്തിൽ പെടുന്നതാണ് ഈ പുസ്തകങ്ങളിലുള്ള കുറെ. ഞാനത് വാചകങ്ങൾ വായിച്ച് ഓരോന്നും പറയില്ല. കാരണം ഗണനത്തിന് രണ്ട് രീതിയിൽ. ഗണനം എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ആ കാര്യത്തെ ഇൻകാർ ചെയ്യുന്നത്. ഒന്ന്, അശ്അരികളായ പല അണ്ഡ്യന്മാരും സ്വീകരിച്ചിരുന്ന രീതി, റാജിനെ പോലത്തെ ആൾക്കാർ എതിരാളിയുടെ വാദമുഖം കൃത്യമായി ഇട്ട് അവതരിപ്പിച്ചിട്ട് പിന്നെ മറുപടിയാണ്. അപ്പൊ ആരെങ്കിലും വായന ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ടുണ്ടെങ്കിൽ പ്രശ്നമല്ല. മനസ്സിലായി? രണ്ടാമത് ഇയാൾ പറയാൻ ഉദ്ദേശിച്ച കാര്യം അയാൾ സമർപ്പിച്ച അതിനേക്കാൾ ക്ലാരിറ്റിയോട് കൂടി പറയാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലോ വായിക്കുന്ന ആള് ഫിത്നയിൽ വരും. നമുക്ക് ജനങ്ങളുടെ ദീനാണ് ഉദ്ദേശം എന്നുള്ളതുകൊണ്ട് അതൊക്കെ അത് നോക്കേണ്ട ആൾക്കാർ നോക്കുക. അല്ലാതെ ഞാനതിൽ പറയുന്നത്, ഒന്ന്, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങൾ അസ്മാഇനെ സംബന്ധിച്ചുള്ള അഹ്ലുസുന്നയുടെ വിശ്വാസവും നിലപാടും. ഏതൊരു പേര് അല്ലാഹുവിന്റെ ഗ്രന്ഥത്തിൽ തനിക്കുണ്ട് എന്ന് പറഞ്ഞോ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ നാവിലൂടെ അല്ലാഹുവിന് ഇങ്ങനെ ഒരു പേരുണ്ട് എന്ന് പറഞ്ഞോ, ആ പേര് മാത്രം അംഗീകരിക്കുകയും മറ്റൊരു പേരും അല്ലാഹുക്ക് പറയാൻ പാടില്ല എന്നുള്ളതാണ് അഹ്ലുസുന്നന്റെ അഖീദ. നമുക്കതിന് അറിവായിട്ടുള്ള ഒരു 10-100ഓളം പേരുകളുണ്ട്. ഇന്ന ലില്ലാഹി മിഅത തിസ്അത വ തിസ്ഈൻ. അല്ലാഹുക്ക് 100 നാമങ്ങളുണ്ട്, 99 എണ്ണം ഒന്നൊഴിച്ച് അഥവാ 99. മൻ അഹ്സാഹ ദഖലൽ ജന്ന. അതാരാണോ ഇഹ്സാ ചെയ്തത് അയാൾ സ്വർഗത്തിൽ പ്രവേശിച്ചു. ഇഹ്സാ എങ്ങനെയൊക്കെ ഞാൻ ദർസിൽ പറഞ്ഞു പോയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, 100 എന്ന് പറഞ്ഞാൽ അത് സ്വർഗത്തിൽ പ്രവേശിക്കാൻ കാരണമാകുമെന്നല്ലാതെ വേറെ പേരില്ല എന്നതിനർത്ഥമല്ല. അല്ലാഹുവിന്റെ അസ്മാവ് ആർക്കും ശിക്ഷപ്പെടുത്താൻ കഴിയില്ല. അതിനുള്ള തെളിവ് ഹദീസുൽ ഗമ്മി വൽ ഹം, ഗം ഹമ്മിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള ഹദീസിൽ പറഞ്ഞിട്ടുണ്ട്. അതിനെന്താ പറഞ്ഞിട്ടുള്ളത്? അല്ലാഹുമ്മ ഇന്നി അബ്ദുക വബ്നു അബ്ദിക വബ്നു അമതിക നാഫിയതി ബിയദിക മാളുൻ ഫിയ ഹുക്മുക അദ്ലുൻ ഫിയ ഖലാഉക അസ്അലുക ബികുല്ലി ഇസ്മിൻ ഹുവ ലക سميت به نفسك أو أنزلته في كتابك أو علمته أحدا من خلقك أو استأثرت به في علم الغيب عندك أن تجعل القرآن ربيع قلبي. എന്ന് പറയുന്ന പ്രാർത്ഥന. അതിൽ പറയാണ്, നിനക്കുള്ള എല്ലാ നാമങ്ങൾ മുൻനിർത്തി ആ നാമങ്ങൾ കൊണ്ട് ഞാൻ എന്നോട് ചോദിക്കും. ആ നാമങ്ങൾ ഒന്നുകിൽ നീ നിന്റെ ഏതെങ്കിലും നീ നിനക്കിട്ട പേരുകളാണ്,
അള്ളാഹിട്ട പേരാണ്. ആ പേര് ഒന്നുകിൽ നീ ഇറക്കിയ ഗ്രന്ഥത്തിൽ പറഞ്ഞതാണ്, അല്ലെങ്കിൽ നിന്റെ സൃഷ്ടികളിൽ ആർക്കെങ്കിലും നീ പഠിപ്പിച്ചു കൊടുത്തതാണ്, അല്ലെങ്കിൽ നീ നിന്റെ ഗ്രന്ഥത്തിൽ ഇറക്കുകയോ സൃഷ്ടികളിൽ ആർക്കുമോ പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല. നിന്റെ അദൃശ്യമായ ജ്ഞാനങ്ങളിൽ മറ്റാർക്കും വിട്ടുകൊടുക്കാതെ നീ സ്വന്തമാക്കി വെച്ച പേരുകളാണ്. ഇങ്ങനെയുള്ള നാമങ്ങൾ മുഴുവനും വെച്ചുകൊണ്ട് അല്ലാഹുവേ നിന്നോട് ഞാൻ ചോദിക്കുന്നു, വിശുദ്ധ ഖുർആനിനെ എന്റെ ഹൃദയത്തിന്റെ റബീഅ വസന്തമാക്കണേ എന്ന് പറഞ്ഞ പ്രാർത്ഥന. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ ധാരാളം നാമങ്ങൾ അല്ലാഹുണ്ട്. ആ നാമങ്ങളിൽ നമുക്ക് ഇന്ന നാമം അള്ളാഹുവിന്റേത് എന്ന് അള്ളാഹുവിന്റെ ഒരു പേര് കൊടുക്കണമെങ്കിൽ അത് കിതാബുല്ലാഹ് ഖുർആനിൽ സ്ഥിരപ്പെടണം, അല്ലെങ്കിൽ ഹദീസ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലുള്ളാഹിന്റെ ഹദീസിൽ സ്ഥിരപ്പെടണം. അല്ലാത്ത ഒരു പേര് അള്ളാഹുവിന് നമ്മൾ ചേർത്തി പറയുന്നത് ഇൽഹാദ്, മതനിന്ദ, കൃത്യവിലോപം, മതത്തിൽ നിന്ന് പുറത്തു പോണ കാര്യമാണ്. ഇനി കേട്ടോളൂ. ഒന്ന്, വിഷ്ണു അള്ളാന്റെ പേരാണ് എന്ന് മിക്കപ്രൂഫിന്റെ മിക്ക പുസ്തകങ്ങളിലുണ്ട്. വിഷ്ണു എന്നുള്ളത്, വിഷ്ണു എന്നത് അള്ളാഹ്ക്കുള്ളൊരു പേരായിട്ട് പറയണമെങ്കിൽ ഒന്നുകിൽ ആയത്തൊന്നും കിട്ടാതില്ല, ഔ ഹദീസൊന്നും സുന്നത്ത് റസൂലില്ല. നിങ്ങളിൽ തെളിവുണ്ടോ? തെളിവില്ലാതെ നിങ്ങളത് പറഞ്ഞാൽ അത് വളരെ ഗൗരവമാണ്. നിങ്ങൾ എന്താ വിചാരിച്ച ചെറിയ സംഗതിയാണ്? ഇത് ഇത്ര ചെറിയ സംഗതിയൊന്നുമല്ല. വിഷ്ണു എന്ന് പറയുമ്പോഴുള്ള പ്രശ്നം എന്താണെന്നറിയാം? അള്ളാഹിടാത്ത ഏതെങ്കിലും ഒരു പേര് കൊടുത്തു എന്ന് മാത്രമല്ല, അൽ മുശ്രികൂൻ അൽ ഹനാദിസ്, ഹൈന്ദവ മുശ്രിക്കുകൾ അവരുടെ ദൈവത്തിന് നൽകുന്ന പേരാണ്, ഒരു കള്ള ദൈവത്തിന്റെ പേരാണ് ആരുടെ പേരിൽ ചേർത്തിയത്? അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് ചേർത്ത്. അവർ തന്നെ വിഷ്ണു ആണെന്ന് നിങ്ങൾക്കറിയോ? വിഷ്ണു എന്ന് പറഞ്ഞാൽ ബ്രഹ്മാവ്, ശിവൻ, വിഷ്ണു, ഇങ്ങനെ മൂന്നെണ്ണം. ഒരാൾ സൃഷ്ടിക്കാൻ ഒരാൾക്ക് അവന് 12 ഉണ്ടല്ലോ, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല എന്റെ നാവ് അത് പറയണതിൽ നിന്ന് ശുദ്ധിയാക്കട്ടെ. അങ്ങനെ ഉലൂഹിയത്തും റുബൂബിയത്തും മറ്റതൊക്കെ ഓരിച്ചു കൊടുക്കുന്ന 2-3 ദൈവത്തിൽ ഒരു ദൈവമാണ്. ആ ഒരു കഷ്ണം, അവരുടെ ദൈവത്തിലെ ഒരു കഷ്ണത്തിന്റെ പേര് അള്ളാഹ് ഇട്ട് കൊടുത്തു എന്നത്. എന്നിട്ട് വിഷ്ണു ഭഗത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നുണ്ട്. ഇത് അള്ളാഹുവിന്റെ നൽകാത്തൊരു പേര് പറയുന്നത് തന്നെ ഇൽഹാദ്, വലിയ പേര്. അത് തന്നെയും മുശ്രിക്കുകളായിട്ടുള്ള ഹിന്ദുക്കൾ അവരുടെ 3 ദൈവങ്ങളിൽ ഒരു ദൈവത്തിന് കൊടുത്ത പേരും കൂടിയാകുമ്പോൾ അതിലൂടെ തെറ്റി. അത് നിങ്ങളൊരു കാര്യം ചെയ്തോളൂ, ഞാനത് വായിക്കുന്നുണ്ട്. ഇത് പുസ്തകങ്ങളിലുണ്ട്, ഞാനത് കളവ് പറയല്ല. പിന്നെ ഞാനത് പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് ചെയ്യുന്നില്ല, ഇഷ്ടപ്പെടില്ല. പേഴ്സണലായിട്ട് നിങ്ങളുടെ പുസ്തകം ഇവിടെ ഉണ്ട്, നിങ്ങൾ വായിച്ചോളൂ. നിങ്ങൾക്ക് വായിക്കണമെങ്കിൽ നിങ്ങൾ വായിച്ചോളൂ. അത് എന്റെ ഒരു പിന്നെ അഹ്ലുസുന്നയിലെ പല ഉലമാക്കളും സ്വീകരിച്ചു വന്ന രീതി ഇത്തരം പേജ് നമ്പറൊക്കെ ആണെങ്കിൽ പറയാം. ഇത് പലതിലുണ്ട്. ഒന്ന്, മോക്ഷത്തിന്റെ മാർഗം 30-ാം പേജിലോ അതിന്റെ 31-ാം പേജിലൊക്കെ കാണും. സമാധാനത്തിന്റെ ദൂതൻ 39-ാം പേജ്. ഇങ്ങനെയുള്ള പലതിൽ ഒന്നിന് മാത്രമൊന്നുമില്ല, കുറെ ഉണ്ട്. പിന്നെ ഒരു കാര്യം സഹോദരന്മാരെ നിങ്ങൾ വിചാരിക്കേണ്ടത്, ഞാനിത് ഇല്ലാത്തൊന്ന് ആരോപിക്കുക എന്നുള്ളൊരു ലക്ഷ്യം എനിക്കില്ലാത്ത അല്ല, ഒരിക്കലും ഇല്ല. ഇത് പറയുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നിങ്ങളൊന്നും നിന്ന് ഒഴിഞ്ഞുമാറാനുമല്ല. ഞാനൊരുപാട് ഇങ്ങനത്തത് വായിച്ച് വിമർശിക്കുന്ന ഗണ്ണിക്കുന്ന സ്റ്റേജുകളിൽ പ്രത്യക്ഷപ്പെട്ട ആളാണ്. പക്ഷെ അഹ്ലുസുന്നന്റെ രീതിയിൽ അത് പുറത്താണ് എന്ന് വളരെ കൃത്യമായി ബോധ്യപ്പെട്ടതിന് ശേഷം ഞാനത് ഒഴിവാക്കിയതാണ്. മനസ്സിലായി? അതുകൊണ്ട് എന്റെ ഒരു വിശുദ്ധിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാനത് വായിക്കാക്കുന്നത്, വേറൊന്നുമല്ല. ആർക്കും വേണമെങ്കിൽ അവിടെ ഉണ്ട്, അത് നിങ്ങൾ വായിച്ചോളൂ. ഇത് വളരെയധികം ഇതുള്ളതാണ്. പിന്നെ രണ്ടാമത് ഹുലൂലിയ്യ, അവതാരവാദം എന്ന് പറയുന്നത് ഇസ്ലാമിന് പുറത്തുള്ളൊരു സംഗതിയാണ്. അത് എല്ലാവർക്കും പറയുന്ന കാര്യമാണ്, അവതാരവാദം. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവതാരമാണ് എന്ന് വളരെ ക്രിസ്ത്യൻ ക്ലിയർ ആയിട്ട് പല പുസ്തകത്തിലുണ്ട്. വിഷ്ണുവിന്റെ ഈ അവതാരം ആ ഒരാ ജഹാലത്തെ അറിയാം. ആ ജാഹിലിയത്ത് വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് ഇതിൽ സമർപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഞാൻ അന്നും പണ്ടും അക്ബറിനോട് നേരിട്ടും അല്ലാത്ത നിലക്കും പറഞ്ഞ കാര്യമാണ്, മതതാരതമ്യ പഠനം എന്ന് പറഞ്ഞത് ആർക്കാ പറ്റുക? ഷെയ്ഖ് റബിയ മതതാരതമ്യ പഠനം നടത്തിയിട്ടുണ്ട്. ഷെയ്ഖുൽ ഇസ്ലാം അഹ്മദ് ബിൻ തൈമിയ്യ മതതാരതമ്യ പഠനം നടത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോ പിന്നെ അത് അക്ബറിന് നടത്താൻ ഒരിക്കലും ന്യായമല്ല. മതതാരതമ്യ പഠനം പറ്റുമാർക്ക് അവനവന്റെ ശരീഅത്തിൽ അവഗാഹമുള്ള ഒരു നല്ല പണ്ഡിതന് പ്രത്യേകമായ രക്ഷയുണ്ടെങ്കിൽ പറ്റും എന്നാണ് ഞാൻ പറഞ്ഞത്. അവഗാഹമില്ലാതെ ദീനിൽ പാണ്ഡിത്യമില്ലാത്ത ഒരാൾ, അവഗാഹമില്ലാത്ത ഒരാൾ മതതാരതമ്യ പഠനം നടത്തിയതിന്റെ നഷ്ടാണ്. മുഹമ്മദ് നബിനെ വിഷ്ണുവിന്റെ 10ാമത്തെ അവതാരമായ കൽക്കിയാണ് എന്ന് പറഞ്ഞു. പുസ്തകങ്ങൾ ഇതുണ്ടല്ലോ, ഇത് ഞാൻ സത്യത്തിൽ ഞാനിത് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമില്ല. എനിക്ക് വളരെ കാരണം ഇതാണ് പറയുന്നത്. നിങ്ങൾ എന്താ വിചാരിക്കുന്നത്? ഞാനിതൊരു ഫിത്ന ഉദ്ദേശിച്ചിട്ടായിരുന്നെങ്കിൽ
എനിക്ക് പെരിന്തൽമണ്ണയിലോ കോഴിക്കോട്ടോ മഞ്ചേരിയോ അല്ലെങ്കിൽ വേറുള്ളിടത്തോ ഒരു പൊതു സ്റ്റേജ് എത്തി പറയാൻ ഒരു പ്രശ്നമാണ്. ഞാൻ അത് ഉദ്ദേശിക്കുന്നത്. ഇത് അക്ബറിനെ പോലെയുള്ള ആളുകളും അവർ തിരിച്ചാന്ന് പറഞ്ഞാൽ എത്ര തിരിച്ചാ? ഒന്നോ രണ്ടോ തെറ്റുകളാ തിരുത്താൻ കഴിയുക. കൂടിലും പാവിലും ഈ ജാതി കാണുന്ന സാധനം തിരുത്താൻ കഴിയില്ല. അത് ഉണ്ട് ഒഴിവാക്കാനേ പറ്റും. ഇങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ഒരുപാട്. ഇത് മുഴുവൻ കൽക്കി വിഷ്ണുവിന്റെ അവതാരമാണ്. കൽക്കി വിഷ്ണു എന്ന് പറഞ്ഞാൽ 3 ദൈവത്തിൽ ഒന്നാക്കി ഇതാക്കിയുള്ള ഒന്നാണ്. അതിൽ തന്നെ 10ാമത്തെ അവതാരം. ഇത് സമർത്ഥിക്കാൻ വേണ്ടാണ് വേദഗ്രന്ഥങ്ങൾ. ഏത് വേദങ്ങൾ? ഹൈന്ദവ പുരാണങ്ങൾ. വേദം എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഹൈന്ദവ പുരാണങ്ങൾ പിന്നെ അതിൽ നിന്ന് ഉദ്ധരിച്ചു. അതെന്തുകൊണ്ടാണ് ഈ അബദ്ധത്തിൽ അവൻ പെട്ടത്? മുഖാറനത്തുല്ലതിയാൻ കമ്പാരിറ്റീവ് റിലീജിയൻ അവൻ കൈകാര്യം ചെയ്യണമെങ്കിൽ അതിനുള്ള നിബന്ധന എന്തായിരുന്നു? അവനവന്റെ ശരീഅത്തിൽ വളരെ കൃത്യമായ പാണ്ഡിത്യം വേണം. ഉള്ള ആളായിരുന്നു ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ. ആള് നടത്തിയ അബദ്ധം വരില്ല. അല്ലെങ്കിൽ ഷെയ്ഖ് റബീഉ എന്ന് ജീവിച്ചിരിക്കുന്ന പണ്ഡിതന്മാരിൽ നല്ല അവഗാഹമുള്ള പണ്ഡിതനാണ്. അതെ, അതുകൊണ്ട് അവർ നടത്തിയ എനിക്കും നടത്തിക്കൂടെ എന്ന ധ്വനിയിൽ വിജിൻഡൻസിൽ ഒരു ലേഖനവും ഞാൻ കണ്ടിട്ടുണ്ട്. ആ ലേഖനം കണ്ടിട്ടുണ്ട്, വായിക്കാവുന്നതാണ്. ഇങ്ങനത്തെ പ്രശ്നങ്ങൾ. പിന്നെ അപ്പൊ അതുതേമാതിരി നിങ്ങൾക്ക് മോക്ഷത്തിന്റെ മാർഗം, സമാധാനത്തിന്റെ ദൂതൻ പോലുള്ള അതിൽ മാത്രമല്ല കേട്ടോ, പലതിലുണ്ട്. ഞാൻ മൊത്തത്തിലൊരു കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു പോകാണ്. ഞാൻ എന്റെ കൺക്ലൂഷൻ എന്താണ്? എൽമില്ലാതെ ഇവര് ദഅവത്ത് നടത്തിയപ്പോ വലിയ അബദ്ധത്തിൽ അവർ പെട്ടു. എൽമില്ലാത്ത ആളുകൾ മതതാരതമ്യ പഠനം നടത്താൻ പാടില്ല. അവനാന്റെ ശരീരത്തിൽ മുത്തബഹ്ശരീങ്ങളായ ആളുകളെ മതതാരതമ്യത്തിൽ ഇറങ്ങാവും, ഇല്ലെങ്കിൽ ഇതുപോലുള്ള അബദ്ധങ്ങൾ വരും. പിന്നെ ഹൈന്ദവ ദൈവങ്ങളിലെ അന്തിമാചാര്യങ്ങളുടെ പുസ്തകം എടുത്ത് നോക്കിയാൽ ഇത് അങ്ങനെ തന്നെ സമർത്ഥിക്കാനാണ് ആ പുസ്തകം എഴുതിയത്. ആ പുസ്തകത്തിന്റെ കണ്ടന്റ് തന്നെ ഇതാണ്. പിന്നെ അതിലുള്ളത് നിങ്ങൾക്ക് അറിയാലോ. ഇപ്പോ മുഹമ്മദ് മാലിക്കിനോട് ഇവരാരോ ഫോൺ ചെയ്തു എന്നോട് കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ പറഞ്ഞപ്പോ ഇതിനെ സംബന്ധിച്ച് ഇതുപോലത്തെ എന്തോ കാര്യം പറഞ്ഞപ്പോ ഹലൂലിയത്താണ് എന്ന് പറഞ്ഞു. അപ്പൊ എനിക്കത് അത്ര പെട്ടെന്ന് മനസ്സിലാക്കിയിട്ടില്ലായിരുന്നു. ഇങ്ങനത്തെ എന്തോ കാര്യം ചോദ്യത്തിലുണ്ടായിരിക്കണം. അപ്പൊ ഹലൂലിയത്തിനെ പറയല്ലോ. ഹലൂലിയത്ത് എന്ന് പറഞ്ഞാൽ അവതാരവാദം എന്ന് പറഞ്ഞാൽ അത് ഇസ്ലാമിന് ഒരിക്കലും സ്വീകാര്യമല്ല. നമ്മളെ അഖീദയുടെയും മൻഹജിന്റെയും പുറത്തുള്ള സാധനമാണ്. പിന്നെ അൽ ഇല്ലത്തുൽ ഫാഇല, അൽ ഇല്ലത്തുൽ ഊല, റൂട്ട് കോസ് ഓഫ് ദ യൂണിവേഴ്സ്, റൂട്ട് കോസ് ഓഫ് എവരിതിങ് എന്ന് പറയുന്ന സംഗതി ഉണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സംബന്ധിച്ച് നമുക്കൊരു കാര്യം പറയാനുള്ള മര്യാദ അഹ്ലുസുന്ന വരച്ചു വെച്ചിട്ടുള്ള വര നിങ്ങളുടെ മനസ്സിലിരിക്കട്ടെ. നിജസൂക്ക് മറ്റൊക്കെ വിട്ടാലും നിങ്ങൾ ഇവിടുന്ന് പോകുമ്പോൾ ആ 3 കാര്യങ്ങൾ മനസ്സിലുണ്ടെങ്കിൽ അടുത്ത റബ്ബ് അതിന്റെ പേരിൽ എനിക്കൊരു പ്രതിഫലം തരും. ഒന്ന്, അള്ളാഹുവിനെ കുറിച്ച് ഒരു കാര്യം ഉണ്ട് എന്ന് പറയണമെങ്കിൽ ഖുർആനിലോ ഹദീസിലോ അള്ളാഹ് അത് ഇസ്ബാത്ത് ചെയ്യണം, സ്ഥിരീകരിക്കണം. അള്ളാഹു റഹ്മാനാണെന്ന് നമുക്ക് പറയാം. കാരണം സബത്ത ഫീ കിതാബില്ലാഹ് അള്ളാഹു റഹ്മാൻ എന്നുള്ളത്. അതിന്റെ റഹീമാണെന്ന് പറയാം, അല്ലെങ്കിൽ ഖഹാറാണെന്ന് പറയാം. ഇത് ഇസ്ബാത്ത് ചെയ്തിട്ടുണ്ട്, ഖുർആനിൽ സ്ഥിരീകരിച്ചിട്ടുള്ളതാണ്. അല്ലെങ്കിൽ അള്ളാഹിനെ കുറിച്ചിട്ട് വേറൊരു കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സ്ഥിരപ്പെട്ട ഹദീസിൽ സ്ഥിരീകരിച്ചിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് പറയാം. ഇങ്ങനെ സ്ഥിരപ്പെട്ടത് നമുക്ക് പറയാം. ഇനി അള്ളാഹുവിൽ നിന്നൊരു കാര്യം ഇല്ല എന്ന് പറയണമെങ്കിലോ, ഇല്ലാന്ന് പറയണമെങ്കിൽ നമ്മുടെ ബുദ്ധി അനുസരിച്ച് പറയാൻ പറ്റൂല. ഖുർആനിൽ അള്ളാഹ്ക്കൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ, ഹദീസിൽ അള്ളാഹ്ക്കൊരു കാര്യം ഇല്ല എന്ന് പറഞ്ഞാൽ അത് നമുക്കില്ലാന്ന് നിരാകരിക്കണം. സ്ഥിരീകരണത്തിലും നിരാകരണത്തിലും ഖുർആനിന്റെയോ ഹദീസിന്റെയോ വ്യക്തമായ പ്രമാണരേഖ വേണം. എന്നാൽ ഒരു കാര്യം ഖുർആൻ അതിനെക്കുറിച്ച് സ്ഥിരീകരിച്ചിട്ടില്ല, നിരാകരിച്ചിട്ടില്ല. അപ്പൊ നിരാകരണത്തിനുള്ള ഉദാഹരണമാണ് ഏത്? അള്ളാഹു ഉറങ്ങൂല എന്നുള്ളത്, അല്ലെങ്കിൽ അള്ളാഹ്ക്ക് ക്ഷീണം ബാധിക്കൂലെന്ന്. ഇല്ല എന്ന് നിഷേധിക്കുകയാണ്, നിരാകരിക്കുകയാണ്. ഇങ്ങനെയുള്ളത് നമുക്ക് പറയണമെങ്കിൽ ഖുർആനിലോ ഹദീസിലോ വേണം. ഇനി ചില കാര്യങ്ങൾ ഉണ്ടാകും ഖുർആനിൽ അതിനെക്കുറിച്ചൊന്നും കാണില്ല, ഹദീസിലും അതിനെക്കുറിച്ചൊന്നും കാണില്ല. എങ്കിൽ ആ കാര്യത്തെക്കുറിച്ച് നമ്മുടെ നിലപാട് എന്തായിരിക്കണം? അഹ്ലുസുന്ന പറഞ്ഞത് നമ്മൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കണം. പദാർത്ഥാതീതൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പദപ്രയോഗം പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്. അത് ഏറ്റവും അവസാനം എഴുതിയ അള്ളാഹ് അറിയാന്നുള്ള പുസ്തകത്തിലും ഉണ്ട്. അലൈക്കും അള്ളാഹ് പദാർത്ഥാതീതൻ. ശരിക്കും പദാർത്ഥാതീതൻ എന്നുള്ളത് ഈ ഇനത്തിലാണ് പെടുക. ഏതിനത്തിലാണ് പെടുക? അള്ളാഹ് പദാർത്ഥാതീതനാണ് എന്ന് പറയണമെങ്കിൽ ആ കാര്യത്തിന് പദാർത്ഥാതീതൻ എന്നതിന് തുല്യമായ ഒരു അറബി പദം ഖുർആനിലോ ഹദീസിലോ സ്ഥിരപ്പെടണം. അല്ല എന്ന് പറയണമെങ്കിലും അല്ല എന്നുള്ളത് സ്ഥിരപ്പെടണം. ഇത് രണ്ടും ഇല്ലാത്ത നിലക്ക് നമ്മൾ അതിനെക്കുറിച്ച് മൗനം പാലിക്കണം. അതിനെ സംബന്ധിച്ച് അവൻ പറയരുതായിരുന്നു. ഈ 3 തത്വം അള്ളാഹുവിന്റെ അസ്മാഉ സിഫാത്ത് കൈകാര്യം ചെയ്യുമ്പോൾ ഇതാണ് അതിന്റെ അസ്ല് എന്ന് മനസ്സിലാക്കാത്തത് കൊണ്ടാണ് ഈ അബദ്ധത്തിൽ ചാടിയത്. അതുകൊണ്ടാണ് സുഹൃത്തുക്കളെ നമ്മൾ പറഞ്ഞത് ഇത്തരം കാര്യത്തിൽ ഇറങ്ങുന്ന ആൾക്കാർ ആദ്യം എൽമുണ്ടാക്കണം. ഈ പുസ്തകം എഴുതിയപ്പോ ആ പുസ്തകത്തിന്റെ ആദ്യത്തെ തന്നെ വരികളുണ്ട്. എന്താണ്? ഭാഷാ പരിജ്ഞാനമോ വിഷയങ്ങളിൽ അഗാധമായ അവബോധമോ ഇല്ലെന്ന് സ്വയം ബോധ്യമുണ്ടായിട്ടും ഇത്തരമൊരു സാഹസത്തിന് മുതിർന്നത് ഇവിഷേകമായ രചനയുടെ അനിവാര്യതയെക്കുറിച്ച ബോധത്തിന് നേർക്കൊണ്ട ആഗ്രഹത്തിന്റെ തീവ്രതയിലും പണ്ഡിതന്മാരുടെ നിശ്ചയമായ സഹകരണം ഉണ്ടാവുമെന്ന പ്രതീക്ഷയിലുമായിരുന്നു. അപ്പോ ഈ വിഷയത്തിൽ അവഗാഹം ഇല്ലാന്ന്, ഭാഷ അറിയില്ല. അള്ളാന്റെ അസ്മാഉ സിഫാത്ത് ചർച്ച ചെയ്യുന്ന ഒരാൾക്ക് അറബി ഭാഷ വുജൂബൻ
അത് ഖിലാഫിന്റെ ഒരു കാര്യമൊന്നുമല്ല. നിങ്ങളത് ആരോട് തർക്കിച്ചിട്ടും കാര്യമില്ല. തർക്കിക്കുന്നവർക്ക് തർക്കിച്ചടക്കാന്നല്ലാണ്ട് അസ്മാസിഫാത്ത് കൈകാര്യം ചെയ്യുന്ന ഒരാൾക്ക് അറബി ഭാഷ അറിയില്ലെങ്കിൽ തൊടാൻ പാടില്ല. പിന്നെ വിഷയത്തെക്കുറിച്ച് അവഗാഹമല്ല. എന്നിട്ട് പിന്നെ കൂതി വെച്ചിട്ട് എഴുതിയ ഒരു പുസ്തകമാണ് എന്ന് പറഞ്ഞിട്ടാണ് ഈ സാധനം തുടങ്ങുന്നത് തന്നെ. അങ്ങനത്തെ ഒരു സംഗതി എന്റെ അടുക്കൽ ഈ സാധനം തന്നിരുന്നു പരിശോധിക്കാൻ വേണ്ടി. ഒരു തവണയല്ല 2 തവണ. എനിക്ക് പിന്നെ അദ്ദേഹം MM അക്ബർ എഴുതുന്ന പല പുസ്തകങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്തുണ്ട്, വളരെ ലൂസ് റൈറ്റിംഗ് ആണ് അദ്ദേഹത്തിന്റെ. ഒരു വിമർശനം എന്നുള്ളവർക്കല്ല എന്റെ ഒരു വിലയിരുത്തുന്നത്. പലപ്പോഴും പറഞ്ഞിട്ടുണ്ടെങ്കിൽ മൂപ്പര് തന്നെ ഉദ്ദേശിക്കാത്ത വിപരീതാർത്ഥങ്ങൾ അതിൽ വന്നു ചേരാറുണ്ട്. ഇപ്പൊ ഖുറാന്റെ മൗലികത ഞാൻ ആദ്യമായി ശ്രദ്ധിക്കുന്നത് ഖുറാന്റെ മൗലികത വായിച്ചാൽ പറയാറ്, മുശ്രിക്കീങ്ങളോട് നടത്തുന്ന യുദ്ധത്തിന്റെ പേരല്ല ജിഹാദ്. മുശ്രിക്കീങ്ങളോട് ഒരാൾ വാളെടുത്ത് യുദ്ധം നടത്തിയ ജിഹാദല്ലേ ആണ്. അത് മാത്രമല്ല വേറെയുള്ള കാര്യങ്ങളും ജിഹാദ് പെടും എന്ന് വേണമെങ്കിൽ പറയാനല്ലാതെ അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അതിനെ പുറത്താക്കിയത് ഇത് ലൂസ് റൈറ്റിംഗ് സ്റ്റൈലുള്ള ആളുകൾക്ക് പറ്റുന്നതാണ്. അത്തരക്കാർക്ക് ആ തരത്തിലുള്ള രചനാ സ്വഭാവമുള്ള ആളുകൾക്ക് കൈകാര്യം ചെയ്യാവുന്ന ഒരു വിഷയമല്ല ഇത്. ഇപ്പൊ എല്ലുമുണ്ടെങ്കിൽ പോലും രചനയിൽ അങ്ങനത്തെ ലൂസ് സ്വഭാവമുള്ള ആൾക്കാർ ഇതിൽ മുതിരരുത്. പിന്നെ അറബി പരിജ്ഞാനം മൂപ്പർക്കില്ല എന്നുള്ള കാര്യം മൂപ്പർ പറയുന്ന കാര്യം തന്നെയാണ്. പിന്നെ വിഷയത്തിൽ അവഗാഹമല്ല. ഇങ്ങനെയുള്ള ആളുകൾ ഇത് ചെയ്യരുത്. അതാണ്. അതുകൊണ്ട് നിന്റെ അടുത്ത് തന്നെ ഞാനതവിടെ മടക്കി വെച്ചു എന്നല്ലാണ്ട് ഒരു പേജ് പോലും വായിച്ചു നോക്കിയിട്ടില്ല. ഒരു പേജ് പോലും ഞാൻ വായിച്ചു നോക്കിയിട്ടില്ല. പിന്നെ ഇത് പരിശോധിച്ചു കൊടുത്തു എന്ന് പറയുന്നത് അഷ്റഫ് മൗലവിയാണ്. അഷ്റഫ് മൗലവി അദ്ദേഹം ഇത് പരിശോധിച്ചു എന്ന് പറയുന്നത് ഒന്നുകിൽ അദ്ദേഹം എന്താണ് ഈ കാര്യത്തിൽ അമാനത്ത് പുലർത്തിയിട്ടില്ല, ഇൽമിയായ ഒരു അമാനത്ത് ഈ വിഷയത്തിൽ അദ്ദേഹം നൽകേണ്ട നസീഹത്ത് ഇദ്ദേഹം നൽകിയിട്ടില്ല. അതല്ല എങ്കിൽ എനിക്ക് അദ്ദേഹത്തെ കുറിച്ച് പറയാനുള്ളത് അതാണ്. അദ്ദേഹം ആളുകളുടെ എണ്ണം കണ്ടിട്ട് അതിൽ ഡിസീവ് ചെയ്യപ്പെട്ടു വഞ്ചിതനായി പോയി എന്നുള്ളതാണ്. മിസ്റ്റർ ട്രൂത്തും അതിന്റെ പബ്ലിസിറ്റിയും ആളുകളുടെ ഈ ഇളക്കവും മൊബിലിറ്റിയും കണ്ടിട്ട് അദ്ദേഹം അതിൽ വഞ്ചിതനായ, അത് പല പണ്ഡിതന്മാർക്കും ചിലപ്പോൾ ഉണ്ടാകുന്ന ഒരു അവസ്ഥയാണ്. ആളുകളുടെ ആധിക്യം കാണുമ്പോൾ അതിൽ അവർ ഇതായിപ്പോ അതനുസരിച്ചിട്ട് മൂപ്പരിതിനാണ്ട് സർട്ടിഫിക്കറ്റ് കൊടുത്താണ്. ഈ സാധനത്തിൽ ഇഷ്ടം പോലെ ഇത് ഏറ്റവും മുന്തിയതല്ലേ. അതിന് റൂട്ട് കോസ് എന്ന് പറയുന്ന അൽ ഇല്ലത്തുൽ ഊല എന്നുള്ള സാധനം ഇതിൽ പറഞ്ഞിട്ടുണ്ട്. പ്രപഞ്ചത്തിലുള്ള എല്ലാ വസ്തുക്കളുടെയും റൂട്ട് കോസാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല. എന്നാൽ ഈ റൂട്ട് കോസ് എന്നുള്ളത് പറയാൻ പറ്റുമോ? അത് ഭാഗം ഞാൻ വായിക്കുന്നില്ല. പിന്നെ എന്നാൽ റൂട്ട് കോസ് എന്ന് പറയാൻ പറ്റൂല എന്നുള്ളതിനെ കുറിച്ച് ഈ പുസ്തകം ഏതാണെന്നറിയും. അൽ ഖവാഇദുൽ മുസ്ല ഫി സിഫാത്തില്ലാഹി വ അസ്മാഇഹിൽ ഹുസ്ന ലിമുഅല്ലിഫിഹി അശ്ശൈഖ് മുഹമ്മദ് ബിൻ സാലിഹ് ബിൻ ഉസൈമീൻ റഹിമഹുല്ലാഹു തആല. ശൈഖ് ഉസൈമീൻ ആധുനിക കാലത്ത് വഫാത്തായിപ്പോയി. ജീവിച്ച പണ്ഡിതന്മാരിൽ ശൈഖ് ബിൻ ബാസ് കഴിഞ്ഞാൽ അറേബ്യയിലുണ്ടായിരുന്ന ഏറ്റവും സീനിയറായ പണ്ഡിതനാണ്. തള്ളാനെന്ന് കഴിയുന്ന ഒരാളും തന്നെ. പിന്നെ ഇദ്ദേഹം ഇതിൽ പറയുന്ന കാര്യങ്ങൾ ഏതെങ്കിലും ഒരു പണ്ഡിതന്റെ അഭിപ്രായമോ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസം നിലനിൽക്കുന്ന വിഷയമല്ല. ഇതെന്ന് പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട വിഷയമാണ്. ഇതിലുള്ള കാര്യങ്ങൾ കേട്ടോളൂ. ഒന്ന്, അൽ ഇൽഹാദു അൽ ഖാഇദത്തു സാബിഅ, ഏഴാമത്തെ ഖാഇദ, ഏഴാമത്തെ പ്രിൻസിപ്പിൾ. അൽ ഇൽഹാദു ഫി അസ്മാഇല്ലാഹി തആല, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമങ്ങളിൽ ഇൽഹാദ് കൃത്യവിലോപം കാണിക്കുക. ഹുവൽ മൈലു ബിഹാ അമ്മാ യജിബു ഫിഹാ. എന്താ ഇൽഹാദ് എന്ന് പറഞ്ഞാൽ? ഏതാണോ അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നാമഗുണവിശേഷങ്ങളിൽ പുലർത്തേണ്ട നിലപാട് അതിൽ നിന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ ചായുന്നതാണ് ഇൽഹാദ്. വഹുവ അൻവാൾ, അത് പലതരത്തിലും ഇൽഹാദ് വരാറുണ്ട്. അങ്ങനെയുള്ള മൂന്നാമത്തെ ഇനമാണ് അൻ യുസമ്മല്ലാഹു ബിമാ ലം യുസമ്മി ബിഹി നഫ്സഹു. അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് അല്ലാഹു നിശ്ചയിച്ചതല്ലാത്ത പേര് നമ്മൾ പറയൽ. കൻ തസ്മിയത്തിൻ നസാറ ലഹു അൽ അബ്, ക്രൈസ്തവർ അള്ളാഹുവിനെ ചിലപ്പോൾ പിതാവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അബ്, പിതാവ് എന്ന പേര് ക്രിസ്ത്യാനികൾ അള്ളാഹ് കൊടുത്താണ്, അള്ളാഹ് കൊടുത്തതല്ല. വതസ്മിയത്തുൽ ഫലാസിഫത്തി ഇയ്യാഹ്, ഫിലോസഫർമാർ അള്ളാഹ്ക്ക് കൊടുത്ത പേര് അൽ ഇല്ലത്തുൽ ഫാഇല, റൂട്ട് കോസ് എന്നുള്ളതാണ്. ഈ റൂട്ട് കോസ് എന്നുള്ളത് ആര് കൊടുത്തതാണ്? അള്ളാഹുടെ ഗ്രന്ഥത്തിൽ അള്ളാഹ്ക്കിട്ട പേരല്ല. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹ്ക്ക് ഉണ്ട് എന്ന് അള്ളാഹ് അറിയിച്ചായി പറഞ്ഞ പേരല്ല. മറിച്ച് എന്താണ്? ഫിലോസഫർമാര്, ഇൽമുൽ കലാമിന്റെ ആളുകൾ അള്ളാഹ്ക്ക് ചേർത്തിട്ടുള്ളതാണ്. അത് ഇൽഹാദിൽ പെടുമെന്നാണ്. നന്നെ ചുരുങ്ങിയത് ഈ പുസ്തകം എഴുതാൻ പോയിട്ട് അത് വായിക്കുന്നതിന്റെ മുമ്പ് നിങ്ങൾ ഇതൊന്ന് വായിക്കണം. ഈ സാധനം ഉണ്ടല്ലോ, അതിൽ കൂടി ഞാൻ ദർശനം നടത്തിയിരുന്നു, മുഴുവനായിട്ടില്ല. ഇൻഷാ അല്ലാഹ് മുഴുവനാകുമ്പോൾ ആർക്കെങ്കിലും താല്പര്യം സീഡിയിലൊക്കെ കിട്ടും. അതൊക്കെ ഒന്ന് മനസ്സിലാക്കിയിട്ട്, ഇതൊന്നും ഇപ്പൊ ഞങ്ങളാരും പുസ്തകമല്ല, ഇത് പറയുന്നത് ഇപ്പൊ ഞങ്ങളെ എടുത്തിട്ട് ആളെ ക്ഷണിക്കാനല്ല, ഒരു കുട്ടി നമ്മളെടുത്ത് കളിക്കണ്ട, നമുക്ക് ആരും ആവശ്യമില്ല. പക്ഷെ എന്താന്ന് ചോദിച്ചാൽ അള്ളാന്റെ ദീൻ കൈകാര്യം ചെയ്യുന്ന ആൾക്കാർ
അവര് എൽമിനെ ബേസ് ചെയ്ത് പോകണം. അത് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇത് ഭംഗിയായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഓരോരുത്തർ നിങ്ങൾ പഠിച്ചോളി. അങ്ങനെ നിങ്ങൾ ആഴത്തില്ലാതെ ഉപകരണമില്ലാണ്ട് നിങ്ങൾ ഈ കാര്യത്തിന് മുതിർന്നാലുണ്ടാകുന്ന ആപത്ത് ഭയങ്കരമാണ്. അത് ദീനിനുണ്ടാകുന്ന കോട്ടം നിങ്ങൾക്ക് മാത്രമല്ല എല്ലാവർക്കും. ആ നിലക്കാണ് നമ്മൾ കാര്യങ്ങൾ പറയുന്നത്. ഈ പുസ്തകം വായിച്ചിട്ട് ഈ പുസ്തകം ഒരാൾ വായിക്കാൻ തന്നെ പറഞ്ഞു. ഇതാരും വായിക്കാൻ ഞാൻ ഉപദേശിക്കുന്നില്ല. വായിച്ചാൽ അബദ്ധമാണ്, തെറ്റായ ആശയങ്ങൾ തലച്ചോട്ടിൽ കയറും. അത് ഹയാന്റെ ഭാഗമാണ്. എന്താ ലജ്ജ എന്ന് പറഞ്ഞാൽ? ലജ്ജ ഈമാന്റെ ഭാഗമാണ്. ലജ്ജക്ക് കൊടുത്തിട്ടുള്ള നിർവചനം തന്നെ എന്താണ്? ഒന്ന്, നിന്റെ തലയെ നീ സൂക്ഷിക്കണം, മസ്തിഷ്കത്തെ. ആ മസ്തിഷ്കത്തിൽ ഉൾക്കൊണ്ടിരിക്കുന്ന ആശയങ്ങളെ, അത് അള്ളാഹ്ക്ക് നിരക്കാത്ത, അള്ളാഹ് ഇഷ്ടപ്പെടാത്ത ആശയം തലയ്ക്ക് കയറ്റുന്നത് സൂക്ഷിക്കണം. അതുപോലെ തന്നെ വയറും വയറ്റിക്ക് ഇറങ്ങുന്നത് ഹലാലല്ലാത്ത പോണത് സൂക്ഷിക്കണം. ഇങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അതിൽ ഒന്നാമത്താണ് തല സൂക്ഷിക്കുക എന്നുള്ളത്. അതുകൊണ്ട് തല സൂക്ഷിക്കുന്നതിന്റെ ഭാഗമായിട്ട് വായിക്കണമെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് എഴുതിയ ആളുകൾ ഇത്തരം കാര്യങ്ങളൊന്നും നോക്കിയില്ല. അങ്ങനെ അവർ റൂട്ട് കോഴ്സ് എന്നുള്ള ഫിലോസഫർമാർ, ഇത് റൂട്ട് കോഴ്സ് ഇതിന് മാത്രമല്ല, ഏത് പുസ്തകം ഉണ്ടെങ്കിലും അള്ളാഹിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്ന ഏത് പുസ്തകം ഉണ്ടെങ്കിലും ഇത് തുടങ്ങുന്നത് ഇതാണ്, റൂട്ട് കോഴ്സ് പറഞ്ഞിട്ടാണ്. അത് ഫിലോസഫർമാർ പറഞ്ഞതാണ്, ഇൽമുൽ കലാമിന്റെ ആളുകൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ ഒരു ഉദാഹരണം പറയാണ്. ഇത് ഏത് ഒരുപാട് ഉദ്ധരണികൾക്കാണ്. ഏത് എന്തൊക്കെയോ ബൃഹദാരണ്യകം, മറ്റേ പിന്നെ എന്താണ് ചാണ്ടോക്യോപനിഷത്ത്, എന്തൊക്കെ ഉപനിഷത്ത്, മറ്റേ സ്മൃതി, ശ്രുതി, കൃതി എന്നിട്ട് പോണ ഈ സാധനങ്ങളിൽ നിന്നൊക്കെ അള്ളാഹനെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് മുഹറഫത്തായ ഗ്രന്ഥങ്ങൾ അല്ലെങ്കിൽ മൗദൂഅത്തായ ഗ്രന്ഥങ്ങൾ, മനുഷ്യരുടെ കരങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതോ അല്ലെങ്കിൽ അള്ളാഹു ഇറക്കിയ ഗ്രന്ഥങ്ങളിൽ ജനങ്ങൾ കൈകടത്തിയതോ ആയ തൗറാത്തും ഇൻജീലും ആണെങ്കിൽ ജനങ്ങൾ കൈകടത്തിയിട്ടുള്ളതാണ്. എന്നാൽ മറ്റുള്ളതിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ് ഇറക്കിയെന്ന് പറയുകയാണെങ്കിൽ അതിന് തെളിവാണ്. തെളിവില്ലാതെ പറഞ്ഞു നോക്കരുത്. ഇവിടുത്തെ ഏതെങ്കിലും ഹൈന്ദവ പുരാണങ്ങളെ സംബന്ധിച്ച് അള്ളാഹ് ഇറക്കിയതാണ്, പിന്നീട് ജനങ്ങളുടെ കയ്യിൽ പെട്ടതാണെന്ന് പറയണമെങ്കിൽ നിങ്ങൾക്ക് ദലീലുമാണ്. ദലീലില്ലാതെ ഒരു കുട്ടി അത് മുണ്ടിപ്പോകരുത്. അപ്പൊ അതുകൊണ്ട് ഇത് രണ്ടും വേറെ തന്നെ കാണാം. തൗറാത്ത് ഇൻജീൽ എന്ന് പറഞ്ഞാൽ മുഹറഫത്താണ്, ജനങ്ങൾ കൈ കടത്തിയെന്നാണ്. ഹൈന്ദവ പുരാണങ്ങളെ സംബന്ധിച്ചിടത്തോളം അത് അള്ളാന്റെ ഗ്രന്ഥമാണ് എന്ന് പറയണമെങ്കിൽ അതിനെന്ത് വേണം? തെളിവ് വേണം. തെളിവ് ആരും ഇതുവരെ ഉദ്ധരിച്ച് കണ്ടിട്ടില്ല, തെളിവ് അതിന് കാണാനുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള ഗ്രന്ഥങ്ങളിൽ നിന്ന് ഉദ്ധരിച്ചു ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി അപ്പോൾ ഒരുപാട് തെറ്റായ ഇസ്ലാമിന് സ്വീകാര്യമല്ലാത്ത ആശയങ്ങൾ അത് മുഖേന പ്രചരിപ്പിച്ചു. അള്ളാനെ സർവ്വവ്യാപി എന്ന് പല സ്ഥലത്തും പരിചയപ്പെടുത്തിയിട്ടുണ്ട് പുസ്തകങ്ങളിൽ നിരന്തരം. സർവ്വവ്യാപിയാണ് എന്നുള്ളത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം നടത്തിയ ദീനിൽ അമ്പിയാക്കന്മാർ ദഅവത്ത് നടത്തിയാൽ ഇസ്ലാമുൽ ആമിൽ അങ്ങനെ ഒരു കാര്യമല്ല. അള്ളാഹു സുബ്ഹാനഹു വ തആല സർവ്വവ്യാപി അല്ലാന്നാണ്. അള്ളാഹു എവിടെയെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അത് വഹുവ മുസ്തവിൻ അലാ അർശിഹി, അള്ളാഹുവിന്റെ അർശിന്റെ ഉപരിയിലാണ്. അർശ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ മുഴുവൻ സൃഷ്ടികളുടെയും മീതെ അവസാനത്തെ സൃഷ്ടിയാണ്, അർശിന്റെ മീതെയാണ് അള്ളാഹ് എന്നല്ലാതെ അള്ളാഹ് എല്ലായിടത്തും ഇങ്ങനെ വ്യാപിച്ചു കിടക്കുകയാണ് എന്നുള്ളത് അത് അദ്വൈതത്തിന്റെ ഭാഗമാണ്. അത് ഈ സർവ്വവ്യാപിയായത് ഈ ജാതി മതതാരതമ്യ പഠനം അവനാന്റെ മതത്തിൽ എൽമുണ്ടാക്കുന്നതിന്റെ മുൻപ് മതതാരതമ്യ പഠനത്തിന് പോയതുകൊണ്ടാണ്. ഞാൻ കഴിഞ്ഞ തവണ അവിടെ ക്ലാസ് എടുക്കുമ്പോഴേ കൊടുത്ത നസീഹത്തിൽപ്പെട്ടതാണ്, ഒരാൾക്ക് മതതാരതമ്യം നടത്തണമെങ്കിൽ ആവാം, പക്ഷെ അത് ആർക്കാണ്? നമുക്കൊന്നുമല്ല, എനിക്കൊന്നും ധൈര്യം ഇല്ല. അതുപോലെ തന്നെ ഈ ഇന്ത്യൻ നിലവാരത്തിൽ ഈ കാര്യങ്ങൾ തിരിയുന്ന ആൾക്കാർ പോലും അതിന് മുതിരരുത്. അതിന് താഴെയുള്ള ആളുകൾ ഏതായാലും മുതിരരുത്. ഇതിന്റെയൊക്കെ എത്രയോ മീതല്ല. ഇന്ന് ഈ ആധുനിക കാലത്ത് നമ്മൾ കണ്ടത് ഷെയ്ഖ് റബീ നടത്തിയത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഷെയ്ഖ് റബീ അതിന് യോഗ്യനാണ് എന്നാണ് നമ്മൾ അദ്ദേഹത്തിന്റെ ഗ്രന്ഥങ്ങൾ വായിച്ചതിൽ നിന്ന് മനസ്സിലായത്. അതുപോലെ തന്നെ പഴയ കാലത്ത് അഹ്ലു സുന്നത്തിന്റെ ഉലമാക്കളിൽ ചെയ്തിട്ടുള്ള മറ്റൊരാളാണ് ഷെയ്ഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ. അങ്ങനെയുള്ള മഹാന്മാർ ചെയ്യേണ്ട കാര്യം, നമ്മൾ അറബി അറിയില്ല, ദീനും പഠിച്ചിട്ടില്ല, നമുക്ക് വേറെന്താ, ആകെക്കൂടി നമുക്ക് ഇവിടെ ഒന്നായിട്ട് ഇസ്ലാമാക്കാനുള്ള ഒരു പൂതി മാത്രമുണ്ട്. ആ പൂതിയായിട്ട് ഇത്തരം കാര്യത്തിലേക്ക് നടന്നാൽ ഉണ്ടാകുന്ന ആപത്ത് ഇത് തന്നെയാണ്. പിന്നെ നിങ്ങൾ നോക്കിക്കോളി, സർവ്വവ്യാപി മാത്രമല്ല, കണ്ണുകൾ കൂടാതെ കാണുന്നവൻ, കണ്ണുകളില്ലാതെ കാണുന്നവനല്ല എന്ന് ഇവർ പറയാറുണ്ട്, അശരിയാക്കുന്നത് അല്ലെ? അതേ കാര്യം തന്നെ ഈ പുസ്തകങ്ങളിൽ നിച്ച് ഓഫ് ട്രൂത്തിന്റെ പുസ്തകത്തിലുണ്ട്. അത് ഏതെന്നാണ് നിച്ച് ഓഫ് ട്രൂത്തിന് എങ്ങനെ ഈ അബദ്ധം പറ്റിയെന്ന് ചോദിച്ചാൽ, നിച്ച് ഓഫ് ട്രൂത്ത് ഇൽമില്ലാതെ മതതാരതമ്യം നടത്തിയിട്ട് ഹൈന്ദവ പുരാണങ്ങളിൽ നിന്നും മുഹറഫത്തായ തൗറാത്ത് ഇൻജീൽ പോലുള്ളതിൽ നിന്നും ഉദ്ധരണികൾ എടുത്തുകൊണ്ട് കാര്യങ്ങൾ എഴുതാനും കാര്യങ്ങൾ സ്വീകരിക്കാനും തുടങ്ങിയത് കൊണ്ടുണ്ടായ മറ്റൊരാവശ്യമാണ്. അതുപോലെ കണ്ണുകൾ കാതുകൾ കൂടാതെ എല്ലാം കേൾക്കുന്നവൻ എന്നും അള്ളാഹിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ അതേമാതിരി അതുപോലത്തെ ഒരു സംഗതിയാണ് ദേവീദേവന്മാർ എന്നുള്ളത്. ഹൈന്ദവ പുരാണങ്ങളിലുള്ള ദേവീദേവന്മാര് മലക്കുകളാണ്. ആ സങ്കല്പം മലക്കുകളിൽ നിന്നുണ്ടായതാണ്. എന്താ ഇതിനൊക്കെ? സുബ്ഹാനല്ലാഹ്, മഅാദല്ലാഹ്, ഇത് വല്ലാത്തൊരു തെറ്റാണ്. നിങ്ങളൊരു കാര്യം, ഖുൽ ഇന്നമാ ഹറമ റബ്ബിയൽ ഫവാഹിഷ് മാ ളഹറ മിൻഹാ വമാ ബത്തൻ വൽ ഇസ്ം വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്
വഅൻ തുശ്രികൂ ബില്ലാഹി മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ. ഈ ആയത്ത് ചെറുതിൽ നിന്ന് വലുതിലേക്ക് ക്രമപ്രവൃദ്ധമായി വർദ്ധിച്ചു വരുന്നതായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. തെറ്റിന്റെ ഗൗരവത്തിൽ ഈ ആയത്ത് വിശദീകരിക്കുന്നിടത്ത് അയിമ്മത്ത് പറഞ്ഞത് തെറ്റിന്റെ ദറജ ഗ്രേഡ് ചെറുതെന്ന് വലുതുക്ക് പോകുകയാണ്. എണ്ണിക്കോളി. ഇന്നമാ ഹറമ റബ്ബി, എന്റെ റബ്ബ് നിഷിദ്ധമാക്കിയത് അൽ ഫവാഹിഷ്, നീചകൃത്യങ്ങളാണ്. മാ ലഹറ മിൻഹാ വമാ ബത്തൻ, അതിൽ പ്രത്യക്ഷവും പരോക്ഷവുമായത് ഉൾപ്പെടും. വൽ ഇസ്ം, കുറ്റകൃത്യങ്ങളാണ്. വൽ ബഗ്യ ബിഗൈരിൽ ഹഖ്, അന്യായമായ അതിക്രമങ്ങളാണ്. അത് അതിനേക്കാൾ മീതിയായി. വഅൻ തുശ്രികൂ ബില്ലാഹ്, നാലാമത്തേത് അതിനേക്കാൾ വലുത്, അല്ലാഹുവിൽ നിങ്ങൾ പങ്കു ചേർക്കലാണ്. മാ ലം യുനസ്സിൽ ബിഹി സുൽത്താന, അല്ലാഹു നിങ്ങൾക്ക് തെളിവ് നൽകിയിട്ടില്ലാത്ത കാര്യത്തിൽ. അതിനേക്കാൾ വലുതാണ് വഅൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, അല്ലാഹുവിനെ കുറിച്ച് നിങ്ങൾക്ക് അറിയാത്ത കാര്യം അത്തഖവ്വുലു അലല്ലാഹ് എന്നുള്ളത്. ആ കാര്യത്തിലാണ് ഇവിടെ നമ്മൾ എത്തിപ്പെട്ടിട്ടുള്ളത്. അതുകൊണ്ട് ഇതിന്റെ ആളുകളോട് നമ്മളൊക്കെ മരിക്കുകയും ഫഇന്നനാ മൗഖൂഫൂന ബൈന യദൈ റബ്ബിനാ, അടുത്തന്റെ മുന്നിൽ കയ്യും കെട്ടി നിൽക്കേണ്ടി വരും. അവിടെ നമ്മൾ മറുപടി പറയണമെങ്കിൽ, രക്ഷപ്പെടണമെങ്കിൽ ഈ സാധനങ്ങൾ തിരുത്തി. ഇത് ഒരുപാട് ആളുകൾ വായിച്ചു പോയിട്ടുള്ള കാര്യമാണ്. ഞാനത് വായിക്കാത്ത ഒരാളായിട്ടുള്ളൂ. ഇതിനു വേണ്ടി മാത്രം ഇങ്ങനെ ചില സംഗതികൾ ഉണ്ട്. എന്നോട് ചില ആളുകൾ ചോദിച്ചു ഇത് ശരിയാണോ തെറ്റാണോ. അപ്പൊ ആ ഭാഗം മാത്രം വായിച്ചു. ആയിക്കോട്ടെ, പറഞ്ഞോളി. അദ്ദേഹത്തിന്റെ പാഠ്യത്തിന്റെ കുറവുകൊണ്ട് പണ്ഡിതന്മാരായിട്ട് ആളുകൾ വായിച്ചു എന്നിട്ട് അന്നത്തെ തിരിച്ചാണെങ്കിൽ ഇന്നിത് ഇത്രയും വലിയൊരു കഷ്ടത്തിൽ മനസ്സിലായി. ഒന്ന്, നമ്മള് ക്വസ്റ്റ്യൻ ആൻസർ സെഷനിലേക്ക് ഞാൻ പോകുന്നില്ല കേട്ടോ. പലതിനാ പറഞ്ഞ ഈ പറഞ്ഞൊരു കാര്യം പറയാണ്. ഒന്ന്, നിശ്ചയത്തിന്റെ ഈ കാര്യങ്ങൾ ഒന്നും എന്നെ കാണിച്ചിട്ടില്ല. ഒരൊറ്റ കാര്യം മാത്രമാണ് എം അക്ബർ ആവശ്യപ്പെട്ടത്, ഇത് നോക്കി കൊടുക്കാനാണ്. ആ സാധനം ഞാൻ നോക്കി കൊടുക്കൂല, കാരണം എം അക്ബർ അത് എഴുതാൻ യോഗ്യനല്ല എന്നുള്ളത്. അതാണ് അതിന്റെ പ്രശ്നം. രണ്ട്, പിന്നെ ഈ പുസ്തകങ്ങൾ നദുവത്തുൽ മുജാഹിദിന്റെ പല ഉലമാക്കളെയും കാണിച്ചിട്ടുണ്ടാവും. ഞാൻ നേരത്തെ പറഞ്ഞു, നദുവത്തുൽ മുജാഹിദി എന്ന് പറഞ്ഞാൽ അശ്അരിയ്യത്തിന്റെയും ഇസ്ലാഹിയ്യത്തിന്റെയും ഹിസ്ബിയ്യത്തിന്റെയും ചേരുവ കൂടിയിട്ടുള്ള സംഗതിയാണ്. യഥാർത്ഥ സലഫിയ്യത്ത് ഇവിടെ വളരെ തുച്ഛം ആളുകൾക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അതുകൊണ്ട് ഇത് പണ്ഡിതന്മാരുടെ ശ്രദ്ധയിൽപ്പെടാതെ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവിടുത്തെ പണ്ഡിതന്മാർ പലരും ഇത്തരം കാര്യത്തിൽ കൃത്യമല്ല. ഇവിടെ ഉലൂഹിയ്യത്തുമായി ബന്ധപ്പെട്ട കാര്യത്തിലും കുറച്ച് കർമ്മപരമായ സുന്നത്തിന്റെ കാര്യത്തിലും മാത്രമേ ചർച്ച നടന്നിട്ടുള്ളൂ. അതുകൊണ്ടുണ്ടായ ഒരു അബദ്ധമാണ്. അപ്പൊ എന്താന്ന് ചോദിച്ചാൽ ഇത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റിയ സംഗതിയൊന്നുമല്ല. ഞാൻ എന്താ വെച്ചാൽ ഇന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇത് വായിക്കുന്ന ഒരാളല്ല. എന്റെ ശ്രദ്ധയിൽ ഒരാൾ ഇങ്ങനെ ഒരു വാചകമുണ്ട്, ശരിയോ തെറ്റോ എന്ന് ചോദിച്ചാൽ ഞാൻ ഉടനെ ഒരു വേറെ കിതാബ് എടുക്കും. അത് തെറ്റാണെന്ന് എനിക്ക് മനസ്സിലായ കിതാബ് ഏതാ, ആ കിതാബ് എടുത്തിട്ട് ഈ കിതാബിൽ ഇങ്ങനെ പറയുന്നു, ഈ കിതാബിൽ ഇങ്ങനെ പറയുന്നു, ഇതുമായിട്ട് തമ്മിൽ നിങ്ങൾ പഠിച്ചു നോക്കി, ശരിയല്ല എന്ന് പറയും. എത്ര മാത്രമേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അസ്മാ സിഫാത്ത് ഇവിടെ പഠിപ്പിക്കപ്പെടാം. എനിക്കറിയാം, നദുവത്തുൽ മുജാഹിദിന്റെ തർക്കമുണ്ടായ സമയത്ത് ആദ്യം ജമിയത്തുൽ ഉലമയുടെ തീരുമാനമായിട്ട് എഴുതിയ അസ്മാ സിഫാത്ത് രണ്ടാമത്തെ മൂന്നാമത്തെ തീരുമാനമായിട്ട് ഞാൻ എന്റെ കൈകൊണ്ട് എഴുതിയതാണ്. അത് മദ്രസയിൽ പഠിപ്പിക്കണം തുടങ്ങി. ഞങ്ങൾ മദ്രസയിൽ ആ തീരുമാനം ചവറ്റുവട്ടിൽ ഇപ്പോഴും കിടക്കുകയാണ്. പിന്നെ എങ്ങനെ കൈഫ യുഫ്ലിഹു എന്നിട്ട് ചോദിക്കും, ഇതൊക്കെ ജുബൈറിന് ഇതൊക്കെ അത്യാവശ്യം കുറച്ചൊക്കെ തിരിയാലോ, ഓനാണെങ്കിൽ പറഞ്ഞു കൊടുക്കാനുള്ള നാവുണ്ട്, ഇന്നാണ് പൊന്തിയിട്ട് മേപ്പിട്ടിട്ട് ഒരു അടി അടിക്കാൻ വേണ്ടിയിട്ട്. അത് ഉള്ളിൽ നിന്നാണ്ട് തിരിച്ചല്ലേ വേണ്ട, പുറത്തു വെച്ച് ഇങ്ങനെ പറയണോ? ഞാൻ സുഹൃത്തുക്കളെ അത് പുറത്തേക്ക് പറയാനില്ല. ഉള്ളിൽ നിന്നാണ്ട് ഇത് പറഞ്ഞതിന്റെ ഫലമാണിത്. ജമിയത്തുൽ ഉലമയുടെ തീരുമാനം ഉണ്ടാക്കിയ ആ സന്ദർഭത്തിൽ പോലും ആ തീരുമാനം പോലും ശരിക്കും അതിന്റെ ഉള്ളിലെ ആളുകൾക്ക് വരെ അത്ര സ്വീകാര്യമായിരുന്നില്ല. വളരെ സത്യമായിട്ട് വേദനാപൂർവ്വം ഞങ്ങളോട് പറയാം. എന്നാൽ പ്രപഞ്ചാതീതനായ ദൈവം പ്രപഞ്ചത്തിന് പുറത്ത് ഏഴാകാശത്തിന് മീതെ പിന്നെ സിംഹാസനാരൂഢനായിരിക്കുന്ന സ്വേച്ഛാധിപതിയായ ഒരു ചക്രവർത്തിയാണ് എന്ന ധാരണ ഇസ്ലാം വളർത്തുന്നില്ല എന്ന വാചകം അള്ളാന്റെ അസ്മാ സിഫാത്ത് വിശദീകരിച്ചതിന് എതിരാണ്. അത് തിരുത്തണമെന്ന് ആ പ്രബന്ധത്തിന്റെ ലേഖനത്തിൽ ഞാൻ ഉൾപ്പെടുത്തിയപ്പോൾ എ പി അബ്ദുൽ ഖാദർ മൗലവി ജാമിയ തലത്തിന്റെ മുകളിൽ എന്നോട് പറഞ്ഞു, അത് എന്റെ അക്ബർ എഴുതിയത് അസ്മാ സിഫാത്തിനെ എതിർക്കാനല്ല, അത് ഇതിൽ വെക്കാൻ പറ്റൂല എന്ന്. സത്യമായിട്ടല്ല ഞങ്ങളോട് പറഞ്ഞു. നിങ്ങൾക്ക് കേൾക്കി ഞാൻ പറഞ്ഞു കേൾക്കി. നമ്മൾ ആളുകളുടെ മനസ്ഥിതി ഞാൻ അവരോട് പറയാത്തതോ അല്ലെങ്കിൽ വല്ലത്. ഞാൻ ആ ഫയൽ ഒന്നിച്ച് പേപ്പർ ഇങ്ങനെ പ്രിന്റ് എടുത്ത ഫയല് ടക്ക് നരട്ട് ഇവിടെ അടിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, എന്നാ ഇനി പ്രബന്ധം നിങ്ങൾ മുഴുവനാക്കിക്കോളി, അസ്സലാമു അലൈക്കും. ഞാൻ പുറത്തേക്ക് ഇറങ്ങിപ്പോ ചോദിച്ചു. എന്റെ പിന്നിൽ രണ്ടാളുകൾ വന്നു. ആൾക്കാരെ പേരൊന്നും ഞാൻ പറയില്ല. സുബൈർ എന്നെ ഏറ്റിട്ടില്ലെങ്കിൽ, കാരണം മറ്റു രണ്ട് ടീം തമ്മിലുള്ള കർത്തക്ക് ഡേറ്റ് സ്റ്റേജിക്കല്ലേ, പ്രബന്ധം ആകേണ്ടതുണ്ടല്ലോ. അങ്ങനെ എന്നെ കുറെ പറഞ്ഞു. ഞാൻ പറഞ്ഞു, എനിക്ക് ആർക്കും കക്ഷിത്വം കാണിക്കാൻ പറ്റില്ല. എനിക്ക് അബ്ദുൽ ഖാദർ മൗലവിയാണെങ്കിലും എം എം അക്ബർ ആണെങ്കിലും ഉസൈൻ മടവൂരാണെങ്കിലും അല്ലെങ്കിൽ CP ആണെങ്കിലും ആരാണെങ്കിലും ഈ വിഷയത്തിൽ വിഷയം എന്നല്ലാണ്ട് ഞാൻ ആളെ നോക്കുന്ന പ്രശ്നമല്ല. ഇത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൻ അറിയാതെ ചെയ്തതാണ് എന്ന് പറയാം, അത് ശരി. പക്ഷെ തിരുത്തന്റെ അറിയാതെ ചെയ്താലും
അല്ലാതെ നമുക്ക് പിന്നെ അതിൽ ഉൾപ്പെടുത്താം എന്ന് പറഞ്ഞ് എന്നെ അനുനയിപ്പിച്ചു, ഉൾപ്പെടുത്താം. അങ്ങനെ ഞാൻ ബഹിഷ്കരിച്ചിറങ്ങിയപ്പോൾ മാത്രമാണ് അത് ഉൾപ്പെടുത്താൻ അനുവദിച്ചത്. നിങ്ങൾ മനസ്സിലാക്കാം. ഇത് ഞാൻ കളവിന് വേണ്ടി ഇപ്പൊ പറയണല്ല. ഇതിന്റെ അത്ര മുമ്പ് ഈ ചർച്ച നടക്കുന്ന കാലത്തിനോട് ബന്ധപ്പെട്ട ആൾക്കാരോട് ഞാൻ പറഞ്ഞ ഇതൊക്കെയാണ് നമ്മൾ ആളുകളുടെ മനസ്ഥിതി. സംഘടന നമ്മളുടെ കയ്യിൽ കിട്ടണം എന്നതിലുപരി സലഫിയത്തിലേക്ക് നമ്മുടെ സംഘടനയെ കൊണ്ടുവരണം എന്ന് ഇവർക്ക് ഒരിക്കലും അന്നുണ്ടായി. അത് ഇപ്പോഴും അതന്നെയാണ്. അപ്പൊ അതുകൊണ്ട് ആർക്കെങ്കിലും അങ്ങനെ കഴിയെങ്കിൽ എനിക്കറിയാവുന്ന കാര്യങ്ങളും തെളിവും നിങ്ങൾക്ക് നന്നായിട്ട് കൊട്ടയായിട്ടും തരാം. നിങ്ങൾ അതിന്റെ ഉള്ളിൽ നിന്നിട്ട് പ്രവർത്തിക്കും. ഒരു പേര കത്തുമ്പോ അതിന്റെ ഉള്ളിൽ നിന്നിട്ട് എടുത്താൽ എന്നിട്ട് തന്നെ പൊച്ചു പുറത്ത് പോയിട്ട് വല്ല വെള്ളം പറഞ്ഞാൽ കഴിയും. അത് ഉള്ളിൽ നിൽക്കാവുന്ന ഒരു സംഗതി ഒന്നല്ലേ. നമ്മളിത് എന്താണെന്ന് ചോദിച്ചാൽ ഇതിപ്പോ ആരും തിരുത്തും, ഇത്ര ആളുകളൊക്കെ തിരുത്തുന്ന നമ്മൾ പ്രതീക്ഷിക്കണമില്ല. പിന്നെ എന്താ ചോദിച്ചാൽ ഹക്ക് ബോധ്യപ്പെട്ടാൽ അത് പറയണല്ലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പോകാൻ. അതുകൊണ്ട് ഞാൻ ഈ വിഷയങ്ങളിലേക്ക് പോകണേ. ഇത് ഒന്നും നമ്മൾ കണ്ടിട്ടില്ല. നേതൃത്വ മുജാഹിദിന്റെ പല പണ്ഡിതന്മാർ ഇതിനെക്കുറിച്ച്, ഞാനിത് ഇവിടുന്ന് നേതൃത്വ മുജാഹിദിന്റെ ഒക്കെ പഠിച്ച ആളാണ്. പക്ഷെ എനിക്ക് ഈ വിഷയത്തിൽ വെളിച്ചം കിട്ടുന്ന പലതും സൗദി അറേബ്യയിലുള്ള പണ്ഡിതന്മാരുടെ ദർസിലിരുന്നിട്ടും അവരുടെ കാസറ്റ് കേട്ടിട്ടും അവരോട് സംശയങ്ങൾ ചോദിച്ചിട്ടൊക്കെയാണ്. അങ്ങനെ കുറച്ച് പൈസ ഒന്ന് ചെലവാക്കിയിട്ട് ഇവരൊക്കെ ഒന്ന് പഠിക്കാൻ മുതിരട്ടെ. ഇവിടുന്ന് ചില ആൾക്കാരുണ്ടല്ലോ വല്ലപ്പോഴും ഹജ്ജിനോ ഉംറക്കോ അമീറക്കായി പോണ അവിടുന്ന് വരുമ്പോൾ ഒരു തെളിവൊക്കെ അവർക്ക് കിട്ടും അല്ലേ. ഒരു പറയല്ലേ സുബൈസ് കഴിച്ചിട്ട് നേരം പുലരുന്നത് വരെ പള്ളിയിലിരുന്ന കൂലിന്റെ ഉംറന്റെ കൂലിന്റെ എന്നല്ല അവിടെ പോയപ്പോഴാണ് പഠിഞ്ഞത്. എന്ത് ഇവിടുന്ന് കിട്ടേന്? അപ്പൊ അവിടുന്ന് ഇൽമ എവിടെ ഉള്ളത്? അൽ ഇൽമു യരിസു ഇലൽ ഹിജാസ് കമാ തരിസു ഹയ്യത്തു ഇലാ ജുഹരിഹാ. ഇൽമു ഹിജാസിലേക്ക് മടങ്ങും, ഈമാൻ ഹിജാസിലേക്ക് മടങ്ങും, ദീൻ ഹിജാസിലേക്ക് മടങ്ങും. കമാ തരിസു ഹയ്യത്തു ഇലാ ജുഹരിഹാ. പാമ്പ് അതിന്റെ മാളത്തിലേക്ക് മടങ്ങുന്ന പോലെ ആ മാളത്തിൽ നിന്ന് പോന്നാത് അവർക്ക് തന്നെ നമ്മൾ മടങ്ങേണ്ടി വരും. അപ്പോഴേ ഇൽമു കിട്ടുള്ളൂ. അത് പറ്റൂല. അവിടെയുള്ള ആൾക്കാരെ സംബന്ധിച്ചൊക്കെ വളരെ മോശപ്പെട്ട ഷെയ്ഖ് റബി എന്ന് പറഞ്ഞാൽ മക്കത്ത് ഇരിക്കണ ഏതോ അവാലിയിൽ ഇരിക്കുന്ന ഒരു ആള്, മൂപ്പരും കുറച്ച് ആൾക്കാർ അവിടെ എല്ലാ കാര്യം വലിയ സമ്മേളനം നടത്താതെ ഷെയ്ഖ് ഉബൈദ് അവർ കണ്ടിട്ടലാണ് മദീനത്തെ മൂലക്കള്ള്. ഇതൊക്കെ എന്നോട് പറഞ്ഞതാണ്, എന്റെ അനുഭവങ്ങളാണ്. ഇത് നമുക്ക് എനിക്കൊന്നും സഹിക്കാനും താങ്ങാനും കഴിയുന്ന കാര്യമില്ല. ഇങ്ങനെ ഉലമാക്കളെയും ഇൽമിനെയും പുച്ഛിക്കുന്ന ഒന്നിന്റെ കൂടെ നമുക്ക് ഒരിക്കലും നിൽക്കാനില്ല. നിങ്ങളെ വിചാരിക്കാം. പിന്നെ ഇനി മറ്റത് കണ്ണും കാതും കാണാൻ പറഞ്ഞു ദേവി. പിന്നെ ഇപ്പൊ ഏറ്റവും ഒടുവിൽ സ്നേഹസംവാദം എന്ന് പറഞ്ഞിട്ട് ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട് മാസം തോറും. എനിക്കത് ഫ്രീ ആയിട്ട് അയച്ചു തരാറുണ്ട്. എന്റെ വീട്ടിൽ വരും, ഞാനത് വായിക്കാറില്ല. അതിൽ ഒറ്റ പത്രാധിപർക്ക് പറയാനുള്ളത് എന്നുള്ള ഒരൊറ്റ കോളം ഒന്ന് അങ്ങനെയാണ് മറിച്ചു നോക്കിയിട്ടാണ്. അപ്പൊ മതതാരതമ്യം നടന്നപ്പോ എന്തെങ്കിലും പുതിയതുണ്ടാവുമല്ലോ. ഇതിനൊക്കെ വിചിന്തനത്തിൽ എഴുതിയ ലേഖനോട് വായിക്കാൻ ചിലരൊക്കെ പറഞ്ഞാൽ വായിക്കുന്ന ഒരുപാട് അബദ്ധങ്ങളായി കണ്ടു. ആദ്യത്തെ ഫസ്റ്റ് പാരഗ്രാഫിൽ തന്നെ പറയാം, നമ്മൾ മതതാരതമ്യ പഠനം നടത്തുന്നത് ബൈബിളും തൗറാത്തും മത്തായും കുത്തായും ഒക്കെ ഉദ്ധരിക്കണം എന്തിനാന്നറിയാം? വിശുദ്ധ ഖുർആനിന്റെ സത്യത സ്ഥാപിക്കാൻ വേണ്ടിയിട്ടാണ്. മഅദല്ലാഹ് കേട്ടാൽ ഒരു അബദ്ധം നമുക്ക് തോന്നൂല, ഇത്രയും വലിയ അബദ്ധം വേറല്ലേ. വിശുദ്ധ ഖുർആനിന്റെ സത്യത സ്ഥാപിക്കാൻ കാലഹരണപ്പെട്ട ജനങ്ങൾ കയ്യേറിയിട്ടുള്ള ഒരു ഗ്രന്ഥം വേണോ? പറയ്. തൗറാത്തും ഇഞ്ചീലും എന്താ? തൗറാത്തും ഇഞ്ചീലും എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അള്ളാന്റെ ഗ്രന്ഥങ്ങളായിരുന്നു. ജനങ്ങൾ യുഹർരിഫൂനൽ കലിമ അൻ മവാദിഹി, ജനങ്ങൾ അവരുടെ എന്ത് ചെയ്തു? അതതിന്റെ സ്ഥാനം തെറ്റിച്ചു, പലതും കൂട്ടിച്ചേർത്തു, പലതും വെട്ടിച്ചേർത്തു, പലതും വൈലുൽ ലില്ലദീന യക്തുബൂനൽ കിതാബ ബിഐദിഹിം, സ്വന്തം കൈകൊണ്ട് എഴുതി ചേർക്കൊക്കെ ചെയ്ത ഗ്രന്ഥം. അത് തന്നെയും ഖുർആൻ ഇറങ്ങിയതോടുകൂടി മൻസൂഹത്തുമാണ്. ആ മൻസൂഹത്തായ മുഹറഫത്തായ ഗ്രന്ഥം വേണോ വിശുദ്ധ ഖുർആനിന്റെ സത്യത സ്ഥാപിക്കാൻ? ഇല്ല. എന്നാൽ നിങ്ങൾക്ക് ഒന്നല്ലേ കേൾക്കേണ്ടതുള്ളൂ. മൂസ എന്ന് പറയുമ്പോൾ അലൈഹിസ്സലാം എന്ന് ഞാൻ പറയുന്നത്, മുസ്ലിമീങ്ങൾ പറയുന്നത്. ഈസ എന്ന് പറയുമ്പോൾ അലൈഹിസ്സലാം എന്ന് നമ്മൾ പറയുന്നത്. തൗറാത്തും ഇഞ്ചീലും എന്ന് പറഞ്ഞ അള്ളറക്കിയ ഗ്രന്ഥമായിരുന്നു എന്ന് നമ്മൾ പറയുന്നത് വിശുദ്ധ ഖുർആൻ അത് സത്യപ്പെടുത്തിയത് കൊണ്ട് മാത്രമാണ്. ഇല്ലെങ്കിൽ യേശു എന്ന് പറയുന്ന അല്ലെങ്കിൽ മോസസ് എന്നവർ പറയുന്ന ഈ രണ്ട് പ്രവാചകന്മാരെ ഈസ മൂസ അലൈഹിസ്സലാം അവർ നബിമാരാണ് എന്ന് പോലും വിശ്വസിക്കാനോ കരുതാനോ നമുക്ക് യാതൊരു ബാധ്യതയില്ല. അവരെ സത്യത ബോധ്യപ്പെടുത്താൻ ഖുർആനാണ്. എന്നാൽ ഖുർആനിന്റെ സത്യത ബോധ്യപ്പെടുത്താൻ ഈ മുഹറഫത്തും മൻസൂഖത്തുമായ ഗ്രന്ഥങ്ങളുടെ ആവശ്യമല്ല. അതിനു വേണ്ടിയിട്ടാണ് അത്രേ. എവിടെ നേരെ തല കുത്തല കാര്യങ്ങൾ ഇട്ടു വെച്ചു. പക്ഷെ ഇത് വായിക്കുന്ന ആൾക്കാരെന്താ വിചാരിക്കുക? വളരെ ഉഷാറിട്ടോ, എന്താ സമർത്ഥനം. അതുകൊണ്ട് ഈ സമർത്ഥനമല്ല, അതിന്റെ അപ്പുറത്തേക്ക് ചില കാര്യങ്ങളിലേക്ക് നമ്മൾ പോകണം. ഇങ്ങനെ എനിക്ക് ഇതിലേക്ക് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. പക്ഷെ ഞാൻ അതിന്റെ ഒരു ഓപ്പറേഷൻ എന്റെ ഉദ്ദേശമല്ല. കുറച്ച് കാര്യങ്ങൾ ഞാനിതിൽ എന്താ ചെയ്യാൻ എന്റെ മനസ്സിൽ ചില കാര്യങ്ങളുണ്ട്. ഈ കാര്യങ്ങൾ ഞാനിവിടെ പറഞ്ഞത് എം അക്ബറിനെയോ അല്ലെങ്കിൽ നിസഫത്തിന്റെ ഗ്രന്ഥങ്ങളെയോ ഏതെങ്കിലും അടച്ചാക്ഷേപിക്കുക എന്നുള്ളത് ധ്വനിയിലല്ല. പറഞ്ഞപ്പോൾ കുറച്ച് വൈകാരികമായി പോയിട്ടുണ്ടാവും, നിങ്ങൾ ക്ഷമിക്കണം. അത് പിന്നെ എം അക്ബറിനെ തന്നെ ഞാൻ ഒരിക്കൽ നേരിൽ വിളിച്ചിട്ട് ഈ കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട്. മാത്രമല്ല അത് തിരുത്താൻ പറഞ്ഞതും തിരുത്താൻ കഴിയില്ല. ഇതിൽ ഓരോ പേജിൽ 2, 3, 4 ഒക്കെയാണ്. ഞാൻ ഓരോ പേജ് വായിച്ചു നോക്കുമ്പോഴാണ് കാണുന്നത്. അതിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സന്മനസ് അല്ലാഹു കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നമ്മുടെ ഭാഗത്ത് നിന്ന് എളിമയായ നിനക്ക് എന്താ ചെയ്യേണ്ടത് അതിനെ കുറിച്ചിട്ട് ഞാൻ ആലോചിക്കാൻ ചെയ്യുന്നുണ്ട്. മതതാരതമ്യത്തെ പറ്റി ഷെയ്ഖ് മുഖബിൽ എന്ന് പറഞ്ഞാൽ ആരാന്ന് നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞിട്ടുണ്ടല്ലോ. ഷെയ്ഖ് മുഖബിൽ പറഞ്ഞൊരു കാര്യം കേട്ടോളൂ.
السؤال السابع والعشرون 27ാമത്തെ ചോദ്യം هل يجوز الاطلاع على كتب الكفار المحرفة مثل التوراة والإنجيل തൗറാത്ത് ഇഞ്ചീൽ പോലെ ജനങ്ങൾ കയ്യേറ്റം ചെയ്തിട്ടുള്ള മാറ്റത്തിരുത്തലുകൾക്ക് വിധേയമായിട്ടുള്ള കുഫാറുകൾ കൊണ്ടു നടക്കുന്ന ഗ്രന്ഥങ്ങൾ നമുക്ക് വായിക്കാൻ പറ്റുമോ? അത് അനുവദനീയമാണോ? അൽ ജവാബ്, ഷെയ്ഖ് മുഖ്ബിൽ റഹിമഹുല്ലാഹു തആല പറഞ്ഞു, ലാ നൻസഹു ബിഹാദാ, അത് അങ്ങനെ ചെയ്യണം എന്ന് ആരെയും നമ്മൾ ഉപദേശിക്കില്ല. لأن النبي صلى الله عليه وسلم يقول كما في صحيح البخاري, ഇമാം ബുഖാരിയുടെ സഹീഹിൽ റിവായത്ത് ചെയ്ത പ്രകാരം തിരുമേനി പറഞ്ഞിട്ടുള്ളത്, ലാ തുസദ്ദിഖു അഹ്ലൽ കിതാബി വലാ തുകദ്ദിബൂഹും, വേദാവകാശികളെ നിങ്ങൾ സത്യപ്പെടുത്താനും അവരെ നിങ്ങൾ കളവാക്കാനും പോകരുത്. വഖൂലു ആമന്നാ ബില്ലാഹി വമാ ഉൻസില ഇലൈനാ, നിങ്ങൾ പറയേണ്ടത് ഖുർആനിന്റെ ഈ ആയത്താണ്, ഞങ്ങൾ അല്ലാഹുവിൽ വിശ്വസിച്ചിരിക്കുന്നു, ഞങ്ങൾക്കിറക്കിയതിൽ വിശ്വസിച്ചിരിക്കുന്നു. വഫീ മുസ്നദിൽ ഇമാം അഹ്മദ് ഇമാമുസ്സുന്ന റഹിമഹുല്ലാഹു തആല, അദ്ദേഹത്തിന്റെ മുസ്നദിലുണ്ട്, മിൻ ഹദീസ് ജാബിർ ഇബ്നു അബ്ദുല്ലാഹ് അൽ അൻസാരി റളിയല്ലാഹു അൻഹുവിൽ നിന്നുള്ള റിവായത്തിൽ, ഫഇന്നകും ഇമ്മാ അൻ തുസദ്ദിഖു ബിബാതിലിൻ ഔ തുകദ്ദിബു ബിഹഖ്ഖിൻ, നിങ്ങൾ ചിലപ്പോൾ ഒരു കാര്യത്തെ സത്യപ്പെടുത്തുകയാണെങ്കിൽ അത് ചിലപ്പോൾ ബാത്തിലായിരിക്കും, അവരെ കൈകൊണ്ട് എഴുതിയതാകാം. അല്ലെങ്കിൽ നിങ്ങൾ ഒരു കാര്യത്തെ കളവാക്കുകയാണെങ്കിൽ ഒരിക്കൽ ചിലപ്പോൾ അത് സത്യവുമാകാം. അങ്ങനെ നിങ്ങൾ സത്യത്തെ കളവാക്കാനും കളവിനെ സത്യമാക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതിലേക്ക് നിങ്ങൾ പോകണ്ട. നിങ്ങൾ എന്താണ്, ആമന്നാ ബില്ലാ, ഞങ്ങൾക്ക് അള്ളാഹുവിൽ വിശ്വാസമുണ്ട്, അള്ളാഹ് ഞങ്ങൾക്ക് ഇറക്കി തന്നതിൽ വിശ്വാസമുണ്ട് എന്ന് പറയുകയാണ് എന്നാണ് ഇദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ശരിക്കും അഹ്ലുസുന്നത്തിന്റെ ആളുകൾ സ്വീകരിക്കേണ്ട വിഷയത്തിലുള്ളത്. അതിന്റെ അപ്പുറത്തേക്ക് ഒരാൾക്ക് പോകണമെങ്കിൽ യജിബു അൻ യകൂന ആലിമൻ മുത്ഖിനൻ മുതബഹ്ഹിറൻ ഫീ ശരീഅത്തി, അയാളുടെ ശരീഅത്തിൽ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് നൽകിയിട്ടുള്ള ശരീഅത്തിൽ അവഗാഹമുള്ള നല്ല മുത്തഖനായ പണ്ഡിതനാകണം. അല്ലാത്ത ഒരാൾ അതിലേക്ക് പോകും. തുഹ്ഫത്തുൽ മുജീബ് അലാ അസ്ഇലത്തിൽ ഹാദിരി വൽ ഗരീബ് എന്ന് പറയുന്ന ഷെയ്ഖ് അല്ലാമ മുഖ്ബിലിന്റെ ഗ്രന്ഥമാണ്. ഇതൊക്കെ വിശ്വപ്രസിദ്ധ ഗ്രന്ഥമല്ലേ. പിന്നെ